ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗരജാതം സഹഗണരഘുനാഥാൻവിദം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാമിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ ബൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനി. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ശ്രീ അനന്തപത്മനാഭൻ ഭഗവാന്റെ മഹാകൃപ കൊണ്ട് ഗർഭോദകശായ വിഷ്ണു ഭഗവാൻ വിഷ്ണുവിൻ്റെ കൃപ കൊണ്ട്, ഭഗവാൻ കൃഷ്ണൻ്റെ കൃപ കൊണ്ട്, ഗുരുവായൂരപ്പൻ്റെ കൃപ കൊണ്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം പഠിച്ചു വരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ഒന്നാമത്തെ അധ്യായം, പ്രഥമസ്കന്ധത്തിൽ ഒന്നാമത്തെ അധ്യായം ആരംഭിച്ചു. ആദ്യത്തെ 3 ശ്ലോകങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, പഠിച്ചു. പറ്റുന്ന രീതിയിൽ നമ്മുടെ ഇതിനും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഇത്രയെങ്കിലും മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. 3 ശ്ലോകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു, മംഗളാചരണമായിട്ട് കണക്കാക്കുന്ന 3 ശ്ലോകങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറ്റുന്നവർ ഇത് മനഃപ്പാഠമാക്കാം ശ്ലോകം. പറ്റാത്തവർ അറ്റ്ലീസ്റ്റ് അർത്ഥം മനസ്സിലാക്കുക, എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, 4ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുകയാണ്. നമ്മൾ ഈ ഒരു അധ്യായത്തിലേക്ക് ഇനി കടക്കാൻ പോവുകയാണ്. അധ്യായത്തിൻ്റെ ശീർഷകം എന്താണ്? ആരെങ്കിലും പറയൂ. ഭാഗവതമുള്ളവരെ എന്താണ്? ഋഷിമാരുടെ അന്വേഷണങ്ങൾ. ഇനി ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു 4ാമത്തെ ശ്ലോകം മുതൽ. ഓക്കെ, 3 ശ്ലോകങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് 3 പേര് ഞാൻ പറയാം. 3 പേർക്ക് പറയാം, ഓരോരുത്തർ പറയണം. ആദ്യത്തെ ശ്ലോകത്തിൻ്റെ സാരാംശം എന്താണ് എന്നുള്ളത് വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട. എസെൻസ് എന്താണെന്ന് പറഞ്ഞാൽ മതി. 2ാമത്തെ ശ്ലോകം, 3ാമത്തെ ശ്ലോകം, അങ്ങനെ 3 പേർക്ക് ചാൻസ് ഉണ്ട്. ആദ്യം ആര് പറയുന്നു 1ാമത്തെ ശ്ലോകത്തെക്കുറിച്ച്? പേര് വിളിക്കുന്നില്ല, നിങ്ങൾ മുന്നോട്ട് വരണം. ഹരേ കൃഷ്ണ. ത്രിവിധ ക്ലേശങ്ങളെയും നമ്മൾ ഉന്മൂലനം ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ശ്ലോകം ചൊല്ലാനാ? അല്ല, ശ്ലോകത്തിൽ നിന്ന് പഠിച്ച കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസെൻസ് എന്താണ്, സാരം എന്താണ്? ആ ശ്ലോകത്തെക്കുറിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഭഗവാനാണ് പരമദിവ്യതമ പുരുഷൻ എന്ന് പറയുന്നത്. ഏത് ശ്ലോകമാണ്? ജന്മാദ്യസ്യ. ഓക്കെ, ഭഗവാൻ പരമസത്യം ഭഗവാനാണെന്ന് അവിടെ പറയുന്നു. ഓക്കെ, ഇനി ആ ശ്ലോകത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓർമ്മയുള്ളത് പറയൂ, മാതാജി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും.
ഭക്തിയാണ് ഏറ്റവും വലിയ ധനം. ഓക്കെ, ഭക്തി. ഭഗവാൻ സ്വരാട്ടാണ്. സ്വരാട്ടാണ്. ഓക്കെ, സ്വരാട്ട് ഭഗവാന്റെ ഒരു ക്വാളിറ്റിയാണ്. യെസ്. രണ്ട്. ത്രിഗുണങ്ങൾ ഭഗവാനെ ബാധിക്കുന്നില്ല. ഓക്കെ, കൃഷ്ണ. പിന്നെ ത്രിവിധ ക്ലേശങ്ങളെ നശിപ്പിക്കുന്നു. ത്രിവിധ ക്ലേശങ്ങളെ നശിപ്പിക്കുന്നു. വെരി ഗുഡ്. ഓക്കെ, പിന്നെ ത്രിവിധ ക്ലേശങ്ങൾ പിന്നെ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ത്രിവിധ ക്ലേശങ്ങളെ നശിപ്പിക്കുന്ന രണ്ടാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ശ്ലോകമാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ബ്രഹ്മദേവന് ദിവ്യജ്ഞാനം പകർന്നു കൊടുത്തത് യെസ്, ബ്രഹ്മദേവന് ദിവ്യജ്ഞാനം പകർന്നു കൊടുത്തത് ഭഗവാൻ. പിന്നെ 1, 2, 3 എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാ പറയുന്നല്ലേ. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഭാഗവത ആയതുകൊണ്ട് എല്ലാം ആൻസർ. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ ഭക്തിയാണ് പറയുന്നതെന്ന് പറഞ്ഞാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കാര്യം എല്ലാ ശ്ലോകത്തിലും ഭക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, എന്തുത്തരം പറഞ്ഞാലും എല്ലാ കാരണങ്ങളുടെയും കാരണം ഭഗവാനാണ്. ഓക്കെ. പിന്നെ വേറെന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ആദ്യത്തെ ശ്ലോകത്തില്? ഭഗവാന്റെ പാദാംബുജങ്ങളിൽ ശരണം പ്രാപിക്കാത്ത ഒരാൾ സംഭ്രാന്തരാകുമെന്ന് നിശ്ചയമാണ്. ഓക്കെ, ശരി. ഭാവാർത്ഥത്തിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. പ്രഭുപാദ് പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഭഗവാൻ ആദിദേവനാണെന്ന് പറയുന്നു. ഭഗവാൻ ആദിദേവനാണെന്ന്. ആദിദേവൻ. ഓക്കെ, വേറെ ഭഗവാൻ എല്ലാം നടത്തുന്നു. ശ്ലോകത്തെ ഓർത്തുകൊണ്ട് പറയൂ. ശ്ലോകം അറിയാവുന്നവര് ഓർക്കും. എന്താണ്? എല്ലാം നടത്തുന്നത് ഭഗവാനാണ്. പക്ഷെ ഭഗവാൻ ഒറ്റ സെക്കൻഡ്, ഞാൻ കുറെ ശബ്ദങ്ങൾ ഒരുമിച്ച് കേൾക്കുന്നുണ്ട് എനിക്ക്. തേജോവാരി മൃതാം ആരോ പറയുന്നത്? അജിത് പ്രഭു പറയുന്നു. യെസ്. എന്താണ് അതിന്റെ അർത്ഥം? കാണുന്ന പോലെയും കരയിൽ വെള്ളത്തെ കാണുന്ന പോലെയും കാണുന്ന മായികമായ ഈ കാഴ്ച. പിന്നെ നിരപേക്ഷ സത്യം. അപ്പോൾ അത് ഒരു മിനിറ്റ്. ആരെ അമ്പരിപ്പിക്കുന്നു? മുനിമാരെ പോലും. വെരി ഗുഡ്, താങ്ക് യു പ്രഭു. യെസ്, ഇനി മാതാജി പറയൂ. സർവ്വതിന്റെയും ആത്യന്തിക സ്രോതസ് നിരപേക്ഷ സത്യം അഥവാ ബ്രഹ്മമാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു ഭഗവാൻ. നിരപേക്ഷ സത്യമാണെന്നുള്ളത്. നിരപേക്ഷ സത്യമാണ് എന്നുള്ളത് പ്രസ്താവിക്കുന്നു. ശക്തികളെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ബഹിരംഗ ശക്തി, അന്തരംഗ ശക്തി. അത് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ശരി, ഓക്കെ, താങ്ക് യു. ആദ്യത്തെ ശ്ലോകം കഴിഞ്ഞു. രണ്ടാമത്തെ ശ്ലോകം. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ ഒറ്റ വാചകത്തിൽ പറയുവാണെങ്കിൽ പരമസത്യം എന്താണ് എന്നുള്ളത്, ഭഗവാൻ ആരാണെന്ന്, പരമദ്യോത്തമം പുരുഷൻ കൃഷ്ണനാണ് എന്നുള്ളത് വ്യാസദേവൻ ഇവിടെ സ്ഥാപിക്കുന്നു. ആദ്യത്തെ ശ്ലോകത്തിലെ അത് സ്ഥാപിക്കുന്നു. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ ഓർമ്മ വരുന്നത് പറയൂ. ശ്ലോകം ഓർക്കൂ. ധർമ്മ പ്രോചിത കൈതവ. പറഞ്ഞവരല്ല, ഇനി പറയാത്തവർക്ക് ചാൻസ് ഉണ്ട്. പറയാത്തവർ പറയൂ. ഭൗതികമായിട്ടെല്ലാം മാറ്റണം. ഭൗതികമായിട്ടുള്ളതെല്ലാം മാറ്റി ആതീന്ദ്രിയ ആത്മജ്ഞാനത്തിലേക്ക് നീങ്ങണം എന്നാണ്. ഭാഗവതം ഗ്രന്ഥാവതാരമാണ്. ഗ്രന്ഥാവതാരം. മഹത്തത്വത്തെ കുറിച്ചാണ് ഭാഗവതം. മഹത്വത്തെ കുറിച്ച് നമ്മൾ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. വേറെ സൃഷ്ടിയെ കുറിച്ച് ഒരു മഹത്വം, അത് വേറെ സംഭവമാണ്. ശ്ലോകം ഒന്ന് ഓർത്തു നോക്കൂ. ധർമ്മ പ്രോചിത കൈതപത്ര പരമോ. നമ്മൾ ഒരു ക്ലാസ് മുഴുവനും ഡിസ്കസ് ചെയ്തതാണ്. ഒരൊറ്റ മിനിറ്റ്, രോഷി മാതാജി, ഒരു മിനിറ്റ്. ഇവിടെ വേറെ ഞാൻ ശബ്ദം കേൾക്കുന്നുണ്ട്. യെസ്, മുരളി. മാതാജി വായിക്കൂ, പറയൂ. ഗീത മാതാജി. കൈതവധർമ്മത്തെ കുറിച്ച് പറഞ്ഞു. കൈതവധർമ്മത്തെ. ഓക്കെ. അപ്പൊ ഭാഗവത്തില് കൈതവധർമ്മത്തെ കുറിച്ചാണ് പറയുന്നത് എന്നാണോ പറഞ്ഞത്? അല്ല, കൈതവധർമ്മം ധർമാർത്ഥ കാമമോക്ഷ 4 പുരുഷാർത്ഥങ്ങളെ ആണ്. ഓക്കെ, അപ്പൊ ഭാഗവതം എന്താ പറയുന്നത്? സ്വധർമ്മം നിരാകരിച്ച് ശരിയായ ധർമ്മം സ്വധർമ്മം പാലിക്കണം. ഒറ്റ മിനിറ്റ് ജയന്തി, ഒരാള് സംസാരിക്കുമ്പോൾ ഒരു പറഞ്ഞ് കഴിയട്ടെ, അടുത്ത ആൾക്ക് സംസാരിക്കാം. ഓക്കെ, ഗീത മാതാജി. ഓക്കെ, അപ്പൊ കൈതവധർമ്മത്തെ കുറിച്ച് പറഞ്ഞു.
കൈതവ ധർമ്മത്തെ കുറിച്ചാണോ ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നത്? ഇതാണ് എന്റെ ചോദ്യം. അല്ല അല്ല എല്ലാം കൈതവ ധർമ്മത്തിന് മറികടന്നിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് അല്ലേ? ആ അതെ കൈതവ ധർമ്മങ്ങളെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഭാഗവതം. ഉം. അതെ അതാണ് ആദ്യത്തെ വരിയിൽ പറയുന്നത്, ധർമ്മപ്രോചിത കൈതവ. ഓക്കെ, ഭക്തന്മാർക്ക് സ്വധർമ്മം മനസ്സിലാക്കി എങ്ങനെ പാലിക്കണം എന്ന് പറഞ്ഞു. സ്വധർമ്മം എങ്ങനെ പാലിക്കണം? അപ്പോൾ താങ്ക് യു ഗീത മാതാജി. അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കാം. യെസ്, പറയൂ. ഹരേ കൃഷ്ണ പ്രഭു. വേരോടെ പറിച്ചു കളയുന്നു. ആഹാ, എന്താ ഒന്നുകൂടെ പറയൂ. താപത്രയങ്ങളെ വേരോടെ പറിച്ചു കളയുന്നു. താപത്രയങ്ങളെ വേരോടെ പറിച്ചു കളയാനുള്ള ശക്തി. യെസ്, പറയും. യെസ്, വെരി ഗുഡ്. അതൊരു പോയിന്റ് ആണ്. ഇനി അടുത്ത ആള് പറയൂ. ഭാഗവതം മനസ്സിലാവുള്ളൂ. പരിശുദ്ധ ഭക്തർക്ക് മാത്രമേ ഭാഗവതം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എങ്ങനെയുള്ളവർക്കാണ്? അതെ, നിർമത്സരാണാം സദാം വേദ്യം അല്ലേ? അതാണ് അതിൻ്റെ സംസ്കൃത പദം. ഓക്കെ, വെരി ഗുഡ്. ഇനി വേറെ? ഭാഗവതം ശ്രവിച്ചാല് ഭക്തി പെട്ടെന്ന് മനസ്സിലുണ്ടാവുന്നു. ഓക്കെ, എങ്ങനെയോടെ? ശ്രദ്ധയോടെ അല്ലേ? കൃതിബി ശുശ്രുബിസ് തക്ഷണാത് ഈശ്വര സദ്യോ ഹൃദയവരുദ്ധ്യതേ. യെസ്, കറക്റ്റ്. ആരാണോ പഠിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ വസിക്കും. ഭാഗവതം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം. ഭാഗവതം ഓക്കെ, അത് നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓഫ് കോഴ്സ് മഹാമുനി എഴുതിയതാണ്. മഹാമുനി ആരാണ്? മഹാമുനി വ്യാസദേവന്റെ രചനയാണ്. വ്യാസദേവനാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് മഹാമുനി എന്ന് വിളിക്കുന്നു അദ്ദേഹത്തെ? എല്ലാ വേദങ്ങളും എഴുതിയതിനു ശേഷം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മെച്യൂരിറ്റിയില് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം, അപ്പോഴും അദ്ദേഹത്തിന് സമാധാനം വന്നിട്ടില്ല. അദ്ദേഹത്തിന് സന്തോഷം മുഴുവനായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. പിന്നീട് അദ്ദേഹം ആലോചിക്കുന്നു, ചിന്തിക്കുന്നു. അതിനുശേഷം അവസാനം ഫൈനലി അദ്ദേഹം എഴുതുന്നതാണ് ഭാഗവതം. യെസ്, ഗുഡ് പോയിന്റ്. വേറെ ആരെങ്കിലും? ഭാഗവതം മംഗളപ്രദായിനിയാണ്. മംഗളപ്രദാനം ചെയ്യുന്നു. താപത്രയങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു. യെസ്, ഓക്കെ. പിന്നെ വേറൊരു കാര്യം ആരും പറഞ്ഞില്ല. വാസ്തവ വസ്തു ശിവദം. പൂർണ്ണ ശ്രദ്ധയോടുകൂടെ ഭാഗവതം കേട്ടാൽ ആ നിമിഷം ഭഗവാൻ നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ ഈശ്വര സദ്യ ഹൃദയ അവരുദ്ധ്യത. അത് പറഞ്ഞു, കറക്റ്റ്. അത് നല്ല പോയിന്റ് ആണ്. പ്രഭുജി, ശിവദം എന്ന് പറയുന്നതല്ലേ മംഗളപ്രദായിനി? മംഗളപ്രദായിനി. വാസ്തവ വസ്തു വാസ്തവസ്തു ഇതാണ് പറയുന്നത്. ശ്ലോകം നമ്മൾ ഓരോ വാക്കുകൾ എടുത്തിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ഇവിടെ. ഓരോ ഫ്രേസുകൾ, ഓരോ വരിയുടെ പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ എടുത്തു. അതാണ് ചർച്ച ചെയ്തത്. സോ പറ്റുമെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒരു ശ്ലോകം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടാവില്ല ഒരു പക്ഷേ. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പറ്റുമെങ്കിൽ നമ്മൾ ആ പ്രധാനപ്പെട്ട, ഇപ്പോൾ ധർമ്മപ്രോചിത കൈതവ എന്ന് ഉദ്ദേശിക്കുന്നതാണ് കൈതവ ധർമ്മങ്ങളെ കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ധർമാർത്ഥ കാമമോക്ഷത്തെക്കുറിച്ചല്ല ഭാഗത്തിൽ പറയുന്നത്, പഞ്ചമ പുരുഷാർത്ഥത്തെക്കുറിച്ചാണ് പറയുന്നത്. നിർമത്സരാണാം സദാം, അതായത് ഈ ഒരു ഭാഗവതം ഭക്തർക്കാണ് മനസ്സിലാവുന്നത്. വാസ്തവ വസ്തു, ശരിയും തെറ്റിനെയും അല്ലെങ്കിൽ എല്ലാം തിരിച്ചറിയാൻ വാസ്തവ വസ്തു എന്താണെന്ന് അറിയാൻ വേണ്ടി സഹായിക്കുന്നു. താപത്രയോന്മൂലനം, താപത്രയങ്ങളെ ഉന്മൂലനാശം ചെയ്യുന്നു. മഹാമുനി കൃതേ, വ്യാസദേവൻ ആണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഈശ്വര സദ്യ ഹൃദയ അവരുദ്ധ്യതേ, ഹൃദയത്തിൽ ഭഗവാൻ വരുന്നു. നമ്മൾ ശ്രദ്ധയോടുകൂടി ഭാഗവതം കേൾക്കുകയാണെങ്കിൽ. അങ്ങനെ ശ്ലോകം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ശ്ലോകം എന്താ പറയുന്നതെന്നും കൂടെ കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഓക്കെ. ഇനി മൂന്നാമത്തെ ശ്ലോകം ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു, വേദസാഹിത്യങ്ങൾ കൽപ്പവൃക്ഷം പോലെയാണ്. അതിന് മധുരമുള്ള മാമ്പഴമായിട്ടാണ് ഭാഗവതത്തെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? മധുരമുള്ള മാമ്പഴം എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ അപ്പോൾ ഭാഗവതം എന്താണ്? അപ്പോൾ വേദങ്ങളെ എടുക്കുമ്പോൾ വേദങ്ങളിൽ വെച്ച്, അപ്പോൾ എന്തുകൊണ്ട് ഭാഗവതത്തിന്റെ പ്രത്യേകത എന്താണ്? അമലപുരാണമാണ്. അമലപുരാണമാണ്. ഓക്കെ,
ശുഗമ മഹർഷിയുടെ വായിൽ നിന്ന് വന്നതാണ്. ശുഗദേവ് ഗോസ്വാമിയുടെ യെസ് ഓക്കെ, അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഭക്തന്റെ മുഖത്ത് നിന്ന് കേൾക്കണം ഭാഗവതം. ഗോസ്വാമിയാകുന്ന തത്തയുടെ മാമ്പഴം കഴിക്കുന്നു. അപ്പോൾ ആ മാമ്പഴത്തിന്റെ മധുരം കൂടി അതിലുണ്ടാകും. അതായത് മാമ്പഴം എന്ന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇവിടെ മാമ്പഴം എഴുതിയിട്ടില്ല കേട്ടോ ഭാഗവതത്തില്. വായിക്കാനുള്ള ഇതുണ്ടാവും. വേദമെന്ന കൽപ്പവൃക്ഷത്തിന്റെ എല്ലാ സത്തും ചേർന്ന ഫലമാണ് ഭാഗവതം. എല്ലാ വേദങ്ങളുടെയും ക്രീമാണ് ഓക്കെ, ക്രീമാണ്, സത്താണ്. ഓക്കെ ഫൈൻ. ഹരേ കൃഷ്ണ. സർവ വേദാന്ത സാഹിത്യങ്ങളുടെയും പരിപക്വ ഫലമാണ്. ഓക്കെ, സർവ വേദാന്തങ്ങളും പ്രഭു പറഞ്ഞ മുഹരോഹോ രസിക ഭൂവി ഭാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേറൊന്ന് പറഞ്ഞാൽ കൊള്ളാം. സോറി പ്രഭു മനസ്സിലായില്ല, എന്നോട് ചോദിക്കുകയാണോ? പ്രഭു ഇതിനകത്ത് പ്രഭു ഈ മൂന്നാമത്തെ ശ്ലോകത്തിനകത്ത് പിപിത ഭാഗവതം രസമാലയം, പിന്നെ പ്രഭു പറഞ്ഞ് മുഹർഹോ രസിക ഭൂവി ഭാവുക. ഓക്കെ, ഭാഗവതം എന്ന ഫലത്തിന്റെ ആ രസത്തെ അതിന്റെ ഒരു മീനിങ് ഒന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറയാം. ആദ്യം ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ കേൾക്കട്ടെ ഞാൻ. ഭാഗവതം ശുഗമുനിയുടെ അധരങ്ങളിൽ നിന്ന് വന്നതുകൊണ്ട് അത് അത്രയും മധുരമുള്ളതാണ്. ഓക്കെ, വെരി ഗുഡ്. അത് മധുരമുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് വീണ്ടും വീണ്ടും അത്രയും അമൃത പോലെയുള്ളതായിരിക്കും. ഏത് ഭാഗം എടുത്ത് വായിച്ചാലും ഒരേപോലെയാണ്. മധുരമുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നും. കറക്റ്റ്, അത്രയും മധുരമുണ്ട്. ആ രസം നുകരുന്നത് പരമാനന്ദം ലഭിക്കാനുള്ള ഒരു മാർഗമാണ്. ഭാഗവതത്തിലെ ഒരു ശ്ലോകം വായിച്ചാൽ ഭാഗവതം മുഴുവൻ വായിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും പങ്കെടുത്ത് വായിക്കൂ, അല്ലെങ്കിൽ മനസ്സിലാക്കൂ. അവസാനം വ്യാസദേവൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നു, ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭാഗവതം നിങ്ങൾ ആസ്വദിക്കൂ, അല്ലെങ്കിൽ ഭാഗവതം വായിക്കൂ, പഠിക്കൂ എന്ന് പറഞ്ഞ അവസാനം നമ്മളെ ക്ഷണിക്കുന്നു. താങ്ക് യു എല്ലാവരും. അപ്പോൾ പിബത ഭാഗവതം പ്രഭു ചോദിച്ച പോലെ പിബത ഭാഗവതം രസമാലയം മുഹുറഹോ രസിക ഭുവി ഭാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിബത ഭാഗവതം രസമാലയം, ഭാഗവതത്തെ ആസ്വദിക്കൂ. മുഹുറഹോ രസിക ഭുവി ഭാവുക എന്ന് മുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും, അതായത് മുക്തി നേടിയിട്ടുള്ള ആളുകൾക്ക് പോലും, മുക്താത്മാക്കൾക്ക് പോലും ആകർഷിപ്പിക്കുന്നതാണ് ഭാഗവതം എന്നാ പറയുന്നത്. അതായത് ഇവിടെയുള്ള ആളുകളും ഈ ഭൗതിക ലോകത്തിൻ്റെ അധീനതയിലുള്ള, അല്ലെങ്കിൽ ഈ ത്രിഗുണങ്ങളുടെ അധീനതയിലുള്ളവരും ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തരായിട്ടുള്ളവരും എല്ലാവർക്കും ഒരേപോലെ രസിക്കാവുന്ന, വീണ്ടും വീണ്ടും ആസ്വദിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇനി 4ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. കൃഷ്ണ, അറ്റ്ലീസ്റ്റ് ഓവറോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ശ്ലോകം 4. നൈമിഷേ നിമിഷാക്ഷേത്രേ ഋഷയാ ശൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. യെസ്, ജി കെ നായർ പ്രഭു ഉണ്ടോ? ഉണ്ട് പ്രഭു. ജയകൃഷ്ണ പ്രഭു ചൊല്ലട്ടെ. യെസ്, ജയകൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 4. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയാ സൗനകാദയാഃ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. കൃഷ്ണ. താങ്ക് യു പ്രഭു. വസന്ത മാതാജി ഉണ്ടോ? വസന്ത രാജ്മോഹൻ മാതാജി ഉണ്ട് പ്രഭു, ഉണ്ട്. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരിക്കൽ ശൗനക മഹർഷിയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠരായ മുനിമാർ നൈമിഷാരണ്യ വനത്തിലെ ഒരു പുണ്യസ്ഥലത്ത് ഭഗവാന്റെയും ഭഗവത് ഭക്തരുടെയും പ്രീതിക്കായി 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന
മഹത് യജ്ഞം നിർവഹിക്കാൻ സമ്മേളിച്ചു. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോൾ ഇവിടെയാണ് തുടങ്ങുന്നത് അധ്യായം. ഇപ്പോൾ 3 ശ്ലോകങ്ങൾ മംഗളാചരണമാണ് ഭാഗവതത്തിൻ്റെ തുടക്കം. അപ്പോൾ ഇനിയാണ് നമ്മൾ സബ്ജക്റ്റിലേക്ക് കടക്കാൻ പോകുന്നത്, ഭാഗവതത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോകുന്നത്. ഇവിടെ നൈമിഷാരണ്യമാണ് സ്ഥലം. നൈമിഷാരണ്യത്തിൽ ശൗനക ആദി ഋഷികൾ, ശൗനക ഋഷിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ഒരുപാട് ഋഷിവര്യന്മാരുണ്ട്. അവിടെ ഇവരെല്ലാവരും ചേർന്ന് ഒരു യജ്ഞം നടത്തുകയാണ് ചെയ്യുന്നത്. 1000 വർഷങ്ങൾ നീളുന്ന യജ്ഞം നടത്തുവാൻ വേണ്ടി അവർ അവിടെ ഇരിക്കുവാണ്. എന്തിനാണ് യജ്ഞം നടത്തുന്നത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. എല്ലാവരുടെയും ക്ഷേമത്തിനും അല്ലെങ്കിൽ ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട്, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കാര്യം കൂടെ ഇവിടെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ലോകായ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി. അതുപോലെ സ്വർഗായ എന്നും പറയുന്നുണ്ട്, ഭഗവാനെ സ്തുതിക്കും. അതായത് അവിടെ സ്വർഗം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വർഗലോകമല്ല ഉദ്ദേശിക്കുന്നത്. സ്വർഗലോകത്തിലുള്ള ദേവതമാർ ആരെയാണോ സ്തുതിക്കുന്നത് ആ വ്യക്തി, അത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാനെക്കുറിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ സന്തോഷത്തിന് സംതൃപ്തിക്ക് വേണ്ടി ലോകായ എല്ലാ ഭക്തർക്കും വേണ്ടിയുമാണ് ഇവിടെ യജ്ഞം നടക്കുന്നത്. എവിടെയാണ് നടക്കുന്നത്? നൈമിഷാരണ്യത്തിൽ. ഓക്കെ, അതാണ് 4-ാം ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ശ്രീമദ് ഭാഗവതം ശുകദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. അതേ ഭാഗവതം നൈമിഷാരണ്യത്തിൽ വെച്ച് 2ാമത് റിപ്പീറ്റ് ആവുന്നു. അത് ആരാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ കാണും. ആരാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഭാഗവതം നൈമിഷാരണ്യത്തിൽ പറയാൻ പോകുന്നത് ആരാണെന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ കാണും. അതിനു മുമ്പ് പ്രഭുപാദി പറയുന്നു, ഈ ഒരു ഭാവാർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു, നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത. നൈമിഷാരണ്യം, എല്ലാവരെയും മ്യൂട്ട് ചെയ്യുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ. ഓക്കെ, നൈമിഷാരണ്യം വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ്. കുരുക്ഷേത്ര ഭൂമി പുണ്യഭൂമിയാണെന്ന് ഭഗവത്ഗീതയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കുരുക്ഷേത്ര ഭൂമി തന്നെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്നുള്ളത് കാര്യം, ധർമ്മയുദ്ധം നടക്കാൻ പോകുന്നു, ധർമ്മയുദ്ധമാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു നല്ല പാവനമായിട്ടുള്ളൊരു സ്ഥലം വേണം. അങ്ങനെയാണ് കുരുക്ഷേത്ര ഭൂമി സെലക്ട് ചെയ്യുന്നത്. അവിടെ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. അതേപോലെ നൈമിഷാരണ്യത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇവിടെ പറയുന്നു, ശാസ്ത്രങ്ങളിൽ പറയുന്നു, വായേവിയ തന്ത്രം വ്യാസദേവൻ്റെ ഒരു കൃതിയാണ്. അപ്പോൾ വ്യാസദേവൻ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഉപനിഷത്തുകൾ, പിന്നെ അതേപോലെ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഒരുപാട് തന്ത്രങ്ങൾ, കുറേ അദ്ദേഹത്തിൻ്റെ വേദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമാണ്. അവിടെ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്ന സമയത്ത് ഈ ബ്രഹ്മാണ്ടത്തിലുള്ള ബ്രഹ്മാവ് ഒരു ചക്രത്തിനകത്തേക്ക് ഈ ബ്രഹ്മാണ്ടത്തെ സങ്കല്പിക്കുന്ന രീതിയിൽ ഒരു ചക്രത്തെ അദ്ദേഹം കൊണ്ടുവരുവാണ്, അല്ലെങ്കിൽ ചക്രത്തെ അദ്ദേഹം ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടംപ്ലേറ്റ് ചെയ്യുകയാണ്, ബേസിക്കലി അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചക്രം കൊണ്ടുവരാമെന്ന് ഉദ്ദേശിക്കുന്ന അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ചക്രത്തിൻ്റെ, ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രഹ്മാണ്ടത്തിന് ചുറ്റും ഒരു ചക്രം ഉണ്ടെന്ന് വയ്ക്കുക. അങ്ങനെ ബ്രഹ്മാവിൻ്റെ മെഡിറ്റേഷനിൽ അദ്ദേഹം ചിന്തിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം ഈ ചക്രത്തിൻ്റെ നടുഭാഗം, അതിനൊരു സ്ഥലം വേണമല്ലോ, നടുക്ക് ഫിക്സ് ചെയ്യുന്നൊരു സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്ന പോലെ, അങ്ങനെ വന്നിട്ടുള്ള ആ സ്ഥലം എന്ന് പറയുന്നത് നൈമിഷാരണ്യമാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ സൃഷ്ടി നടക്കുന്ന സമയത്ത് ബ്രഹ്മാവിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള, ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷനിൽ കണ്ട ആ ഒരു സൃഷ്ടിയുമായി സംബന്ധിച്ചിട്ടുള്ള ആ ഒരു പ്രക്രിയയിൽ അദ്ദേഹം നൈമിഷാരണ്യത്തെ അവിടെ, അല്ലെങ്കിൽ നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലം അദ്ദേഹം സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ഒരു ചക്രത്തിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആയിട്ട്. അത് എന്തുകൊണ്ടാണ് ചക്രം വേണ്ടതെന്ന് എന്നോട് ചോദിക്കരുത്, അത് ബ്രഹ്മാവിനെ അറിയുള്ളൂ.
സൃഷ്ടി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു എന്നുള്ളതും കോണ്ടംപ്ലേറ്റ് ചെയ്തു നമുക്ക് അറിയുന്ന വിഷയങ്ങളല്ല. പക്ഷേ എന്താണെങ്കിലും ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ തോന്നിയ ആ ഒരു സ്ഥലത്തെ അദ്ദേഹം അവിടെ മനസ്സിൽ കാണുന്നുണ്ട്, അത് നൈമിഷാരണ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സ്പെഷ്യലാണെന്ന് പറയുന്നു. അതൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. വേറെ വരാഹപുരാണത്തിലും പറയുന്നുണ്ട് നൈമിഷാരണ്യത്തിൻ്റെ പ്രത്യേകത. നൈമിഷാരണ്യത്തിൽ ഒരുപാട് യജ്ഞങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ മാത്രമല്ല, ഇതിനു മുമ്പും ഒരുപാട് യജ്ഞങ്ങൾ നടന്നിട്ടുള്ള ഒരു പുണ്യസ്ഥലമാണ് നൈമിഷാരണ്യം. അതുകൊണ്ട് തന്നെയാണ് ശൗനക ഋഷികൾ അവിടെ നൈമിഷാരണ്യത്തെ സെലക്ട് ചെയ്തത് എന്ന് പറയുന്നു. പിന്നീട് രണ്ടാമത്തെ ഭാഗത്ത് പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്ത് യജ്ഞമാവട്ടെ, യജ്ഞം ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? യജ്ഞപുരുഷന് വേണ്ടിയിട്ടാണ്. യജ്ഞപുരുഷൻ ആരാണ്? ഭഗവാനാണ്. അല്ലേ, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എല്ലാ യജ്ഞങ്ങളും ചെയ്യുന്നത് ആ ഭഗവാന് വേണ്ടിയിട്ടാണെന്ന്. യജ്ഞപുരുഷൻ ഭഗവാനാണ്. 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതേപോലെ വേറെ ഒരുപാട് ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. യജ്ഞങ്ങൾ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, യജ്ഞമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വിചാരിക്കും യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, തീ കൂട്ടുന്നു, അല്ലെങ്കിൽ ആ യജ്ഞകുണ്ഡത്തിലേക്ക് ഹോമം ചെയ്യുന്നു. അത് യജ്ഞമാണ് തീർച്ചയായിട്ടും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ നമ്മുടെ ഭക്തിയുത സേവനങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഭഗവാന് സമർപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ, ആക്ടിവിറ്റീസ്, നമ്മുടെ ഓരോ കർമ്മങ്ങളും ശരിക്കും പറയുകയാണെങ്കിൽ അത് എല്ലാം ഭഗവാന് സമർപ്പിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി. അപ്പോൾ അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഒരു ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. യജ്ഞം എന്ന് പറയുമ്പോൾ ഈ ഫയർ സാക്രിഫൈസസ് മാത്രമല്ല, യജ്ഞകുണ്ഡവും ഹോമവും എന്നുള്ളൊരു സെറ്റപ്പ് മാത്രമല്ല നമുക്ക് ഓർമ്മ വരേണ്ടത്. യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ അതെല്ലാം, ആ കർമ്മങ്ങളെല്ലാം അതിനെയും ഒരു യജ്ഞമായിട്ട് പറയുന്നു. ഇപ്പോൾ ജപം ചെയ്യുന്നത് ജപയജ്ഞമാണ്, ജപയജ്ഞം എന്നാണ് പറയുന്നത്. സങ്കീർത്തന യജ്ഞം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അത് യജ്ഞമായിട്ട് പറയുന്നു. അതുകൊണ്ട് അതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളതാണ്. ഭോക്താറാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്ത, അല്ലെങ്കിൽ ആ യജ്ഞം ഉദ്ദേശിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്? സർവലോക മഹേശ്വരനായിട്ടുള്ള ഭഗവാന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഭഗവത്ഗീതയിലെ പഠിക്കുന്നതാണ്. ഇവിടെ പ്രഭുപാദി ഈ ഒരു ഭാവാർത്ഥത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് കാണുന്നത്. ഈ ശ്ലോകത്തിലും പറയുന്നുണ്ട് വിഷ്ണുവിന് വേണ്ടി, അല്ലെങ്കിൽ ഭഗവാനും ഭഗവാന്റെ ഭക്തർക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഭക്തർക്ക് വേണ്ടിയിട്ടെന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാവരുടെയും ശാന്തിക്കും സമാധാനത്തിനും ഒരു ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇവർ ഈ യജ്ഞം ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നു. അതാണ് ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്ന ഒരു കാര്യം. പിന്നീട് അവിടെ പറയുന്നു, പ്രഭുപാദി വേറൊരു കാര്യം കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ശൗനക ഋഷികൾ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു? മറ്റുള്ളവരുടെ ക്ഷേമം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് ഭക്തർക്ക് വേണ്ടി, അല്ലെങ്കിൽ ലോക നന്മയ്ക്ക് വേണ്ടി. അപ്പോൾ പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് സാധു ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ അവരുടെ ഒരു ഭാവം അങ്ങനെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നു. അതാണ് ഇവിടെ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നീട് പ്രഭുപാദ് വേറൊരു കാര്യം കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന്റെ ഭോക്താറാം യജ്ഞ തപസാം, ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ബാക്കി എല്ലാവർക്കും അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതായത് എല്ലാ ദേവതമാരും, എല്ലാ മനുഷ്യരാവട്ടെ, സിദ്ധർ, ചാരണ, വിദ്യാധര, അങ്ങനെ പല ടൈപ്പ് ഓഫ് എന്താ പറയുക, ആ വ്യക്തികളുണ്ട് അല്ലേ. സിദ്ധർ, വിദ്യാധര, ഇങ്ങനെയൊക്കെ പറയുന്ന ഗന്ധർവന്മാർ, ദേവതമാർ, മനുഷ്യർ, എല്ലാവരും സംതൃപ്തരാവുന്നു ഭഗവാനെ സേവിക്കുമ്പോൾ. പ്രഭുപാദ് പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന എക്സാമ്പിൾ പോലെ, നമ്മൾ മരത്തിൻ്റെ കടക്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ
ഭഗവാനെ നമ്മൾ സേവിക്കുകയാണെങ്കിൽ, ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള എല്ലാ ദേവതന്മാരും മനുഷ്യരും എല്ലാവർക്കും അതിനുള്ള ഗുണം കിട്ടുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ ഇവിടെ പ്രഭാതം പറയുന്നുണ്ട്, ഒരു മരമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ മരത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഈ പറയുന്ന മറ്റുള്ള എല്ലാവരും, നമ്മളും ദേവതന്മാരും എല്ലാവരും. അപ്പോൾ ഭഗവാൻ നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നു മനുഷ്യരാവട്ടെ ദേവതന്മാരാവട്ടെ ആര് വേണമെങ്കിലാവട്ടെ എല്ലാവർക്കും സംതൃപ്തി കിട്ടും ഭഗവാനെ നമ്മൾ സേവിക്കുകയാണ്. കാര്യം നമ്മൾ വേരിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. അതേപോലെ വേറൊരു ഉദാഹരണം പ്രഭാതം എപ്പോഴും പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന കാര്യം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ അവയവങ്ങൾക്കും എനർജി ആവശ്യമുണ്ട്, അതേപോലെ ന്യൂട്രീഷൻ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം കിട്ടുന്നത് എവിടെ നിന്നാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. നമ്മൾ ചെയ്യുന്ന പ്രക്രിയ എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത് വയറ്റിലേക്ക് പോകുന്നു, അവിടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, അവിടെ ഡൈജഷനൊക്കെ നടന്ന് വേണ്ട സ്ഥലങ്ങളിലേക്ക് വേണ്ട പോഷകങ്ങളെ ബ്ലഡ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മളൊന്നും അറിയുന്നില്ല. കണ്ണിന് വേണ്ടിയിട്ടുള്ളത് കണ്ണിന് കിട്ടുന്നുണ്ട്, അതിനുവേണ്ടി നമ്മൾ കണ്ണിൻ്റെ ഉള്ളിലേക്കൊന്നും കൊടുക്കുന്നില്ല. കഴിക്കുന്ന ഭക്ഷണം അതേപോലെ ഓരോ അവയവങ്ങൾക്കും വേണ്ടതായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടുന്നുണ്ട്. അതേപോലെയാണ് ഭഗവാനെ നമ്മൾ സേവിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാവരും ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈഡ് ആവുന്നു, അല്ലെങ്കിൽ അവരെല്ലാവരും ബാക്കി എല്ലാവരുടെയും കാര്യം പിന്നെ നോക്കേണ്ട കാര്യമില്ല. അതാണ് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള അന്യദേവതമാരെ നമ്മൾ ആരാധിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുകയാണെങ്കിൽ മറ്റുള്ള ദേവതമാരെല്ലാവരും സംതൃപ്തരാവും. കാര്യം അവരെല്ലാവരും ആരാധിക്കുന്നത് ഭഗവാനെയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ദേവതന്മാരുടെ അടുത്തും പോകേണ്ട കാര്യമില്ല. തിങ്കളാഴ്ച അവിടെ പോകുന്നു, ചൊവ്വാഴ്ച ഇവിടെ പോകുന്നു, ബുധനാഴ്ച അവിടെ പോകുന്നു. കൃഷ്ണഭക്തി ചെയ്യുന്നുണ്ടോ, വിഷ്ണു ഭക്തി ചെയ്യുന്നുണ്ടോ, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹരിനാമം ചൊല്ലുന്നുണ്ടോ, വേറെ ഒരു നാമത്തിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നുണ്ട്, ഹരകൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നുണ്ടെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പാടില്ലേ? അതിൻ്റെ ആവശ്യമുണ്ടോ? തെറ്റാണോ? തെറ്റൊന്നുമല്ല. വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്, ഒരു സംശയമില്ല. ഹരകൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നുണ്ടെങ്കിൽ പക്ഷെ മറ്റുള്ള മന്ത്രങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ മഹാമന്ത്രമാണ്. വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് 3 രാമനാമം ജപിച്ചു കഴിഞ്ഞാൽ സഹസ്രനാമം ചൊല്ലുന്നതിന് തുല്യമാണെന്ന് പറയുന്നു. 3 രാമനാമത്തിന് 1000 വിഷ്ണുവിൻ്റെ നാമമായിട്ട് നാമത്തിന് തുല്യമാണെന്ന് പറയുന്നു. അപ്പോൾ 1000 വിഷ്ണുവിൻ്റെ നാമം 3 രാമനാമത്തിൽ നിന്ന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നു. അപ്പോൾ വേറെയും പറയുന്നു ശാസ്ത്രങ്ങൾ, ഒരു കൃഷ്ണനാമത്തിൽ 3 രാമനാമത്തിൻ്റെ ബെനിഫിറ്റും കിട്ടുന്നു. അപ്പോൾ അതായത് നമ്മൾ അത് മാക്സിൽ പറയുകയാണെങ്കിൽ ഒരു കൃഷ്ണനാമം ഈക്വൽ ടു 3000 വിഷ്ണുനാമം. അതാണ് ശക്തി. അത്രയും പവറുണ്ട്, അത്രയും ശക്തിയാണ് കൃഷ്ണനാമത്തിനുള്ളത്. അതുകൊണ്ട് കൃഷ്ണനാമം ചൊല്ലുന്നുണ്ടെങ്കിൽ ബാക്കി സമയമുണ്ടെങ്കിൽ ചെയ്തോളൂ. ചിലപ്പോൾ പലവരും ചോദിക്കുന്ന ചോദ്യമാണ്, വിഷ്ണു സഹസ്രനാമം കുട്ടിക്കാലം മുതലേ ചൊല്ലുന്നതാണ്, അത് നിർത്താൻ പറ്റുന്നില്ല. നിർത്തണ്ട, സമയമുണ്ടെങ്കിൽ ചൊല്ലാം, നല്ലതാണ്, സംശയമില്ല. ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ ഹരകൃഷ്ണ മഹാമന്ത്രം തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള ദേവതമാരുടെ കാര്യം, ദേവീ ക്ഷേത്രത്തിൽ പോയി പൂജകൾ കഴിക്കണം, അല്ലെങ്കിൽ വേറെ ഭഗവാൻ ശിവൻ്റെ അടുത്ത് പോയി പൂജകൾ കഴിക്കുക, അല്ലെങ്കിൽ വഴിപാടുകൾ ചെയ്യുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വരുന്ന കാര്യമാണ്. കൃഷ്ണഭക്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും മാൻഡേറ്ററി അല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ അവിടെ ചെയ്തില്ലെങ്കിൽ അവർക്ക് വിഷമമാവും എന്നുള്ളത്. പലപ്പോഴുമുള്ള ചോദ്യമാണ്. ഇനി അവർക്ക്, അതായത് ദേവിക്ക് ഇഷ്ടമാവില്ലേ? ദേവി കാര്യം ഇത്രയും കാലം നമ്മൾ പൂജകൾ ചെയ്യുന്നുണ്ടായിരുന്നു, വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വഴിപാടുകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു ചോദ്യമാണ്, അതൊരു വലിയൊരു ചോദ്യമാണ്. എന്തിനാണ് ചെയ്യുന്നത്? എന്തെങ്കിലും നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അവിടെ പോയി നമ്മൾ വഴിപാട് ചെയ്യുന്നത്, ഈവൺ ഒരു വിളക്ക് പോലും കാണിക്കുന്നത്, ഒരു നെയ്വിളക്ക് നമ്മൾ സമർപ്പിക്കുന്നു, എള്ളുതിരി കാണിക്കുന്നു, എന്ത് വേണമെങ്കിൽ ആവട്ടെ, അല്ലെങ്കിൽ പുഷ്പാഞ്ജലി ചെയ്യുന്നു. എന്തിനാണ് ചെയ്യുന്നത്? ഉള്ളിലൊരാഗ്രഹം ഉണ്ടാവും, അത് നടക്കാൻ വേണ്ടിയിട്ട്. ആ ആഗ്രഹം എന്താണ്? ഭൗതിക ആഗ്രഹമാണ്, ആത്മീയ ആഗ്രഹമല്ല, ആത്മീയ തലത്തിലുള്ള ആഗ്രഹങ്ങളല്ല. ആരെങ്കിലും ഭഗവാനെ എൻ്റെ കൃഷ്ണഭക്തി കൂടാൻ വേണ്ടി ഞാൻ ഇന്ന് പുഷ്പാഞ്ജലി ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതായത് നമ്മൾ ഈവൻ മഹാദേവൻ്റെ അമ്പലത്തിൽ, ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഭഗവാൻ ശിവൻ്റെ നല്ലൊരു ഭക്തനായി മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്,
എന്നുള്ള ഭാവത്തോടു കൂടി നമ്മൾ വഴിപാടുകൾ ചെയ്താൽ കുഴപ്പമില്ല. കാര്യം ശിവൻ വൈഷ്ണവാനം യഥാശംഭു, ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. നേരെ മറിച്ച് അവിടെ പോയി ധനം, പുത്രം, ധനം ദേഹി പുത്രൻ ദേഹി, ഇങ്ങനെ നമ്മൾ കുറേ ലിസ്റ്റുമായിട്ട് പോയിട്ടാണ് വഴിപാടുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രയോജനമുണ്ടോ? പ്രയോജനമില്ല. ആക്ച്വലി അത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ചെയ്യേണ്ട കാര്യവും വരുന്നില്ല. അതാണ് അകാമ സർവകാമോവ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. ഭാഗവതത്തിലെ 2ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ പഠിക്കും ഇനി മുന്നോട്ട്. അവിടെ പറയുന്നു അകാമ സർവകാമോവ മോക്ഷകാമ ഉദാരതി. അത് അകാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഗ്രഹവും ഭൗതിക ആഗ്രഹവും ഇല്ലാത്ത ആളുകൾ, സർവകാമോവ ഒരുപാട് ഭൗതിക ആഗ്രഹങ്ങളുള്ളവർ ആയിക്കോട്ടെ, മോക്ഷകാമ ഇനി മോക്ഷം ആഗ്രഹിക്കുന്നു. മോക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് ഈവൻ ബ്രഹ്മജ്യോതിയിലേക്ക് പോയി ലയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം. അപ്പോൾ ആഗ്രഹമുള്ളവർ, ആഗ്രഹമില്ലാത്തവർ, ഏത് കാറ്റഗറിയിലുള്ള ആളുകളെ ആവട്ടെ, തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. അവിടെ പറയുന്നു പരമപുരുഷനായിട്ടുള്ള, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള കൃഷ്ണനെ ആരാധിച്ചോളൂ. നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിലോ ആഗ്രഹങ്ങളില്ലെങ്കിലോ വേറെ ആളുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മുമ്പിൽ കമ്പനിയുടെ CEO ചെയർമാനുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ വേറെ ആളുകളുടെ അടുത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആളുകളുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മൾ ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ അന്യദേവതമാരുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം അവരെ നമ്മൾ മോശമായി കാണുക എന്നുള്ളതല്ല. അതിനും വലിയ തെറ്റാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാര്യം ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരാണവർ, ഭഗവാന്റെ പ്രതിനിധികളാണ്. അവരോടുള്ള റെസ്പെക്റ്റും ബഹുമാനവും എപ്പോഴും വേണം. എന്നാൽ അവരുടെ പൊസിഷൻ എന്താണെന്നും ഭഗവാന്റെ പൊസിഷൻ എന്താണോ എന്നുള്ള വ്യത്യാസം നമുക്ക് തിരിച്ചറിയണം. അപ്പോൾ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ പറയുന്നു, ഈ ഹരേ കൃഷ്ണഭക്തിയിലേക്ക് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം, ഈ പ്രാക്ടീസസ് തുടങ്ങിയതിന് ശേഷം അന്യദേവതമാരുടെ അമ്പലങ്ങളിൽ പോകുന്നു, സേവനം ചെയ്യുന്നതും ആക്ച്വലി നമ്മുടെ കുലത്തൊഴിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ദേവീക്ഷേത്രങ്ങളിലും അതേപോലെ മഹാദേവൻ്റെ ക്ഷേത്രത്തിലും കൃഷ്ണൻ്റെ എല്ലായിടത്തും സേവനങ്ങൾ ചെയ്യാറുണ്ട്. അന്ന് അറിയില്ല, കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ക്ലാരിറ്റി വന്നതിന് ശേഷം ആ അന്യദേവതമാരെ, ഉദാഹരണത്തിന് മഹാദേവൻ്റെ അമ്പലത്തിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും, ഇപ്പോൾ അവിടെ പോകുമ്പോഴും അല്ലെങ്കിൽ അവിടെ പോയി എന്തെങ്കിലും നമ്മൾ സർവീസ് ചെയ്യുകയാണെങ്കിലും ആ ഒരു ഭാവം മാറിയിട്ടുണ്ട്. അത് ഉള്ളിലുള്ള ഒരു ഫീലിങ്സ് മാറിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ അവിടെ പോകുന്നത് ഈ ലിസ്റ്റായിട്ടാണ് പോകുന്നത്. കുറേ കാര്യങ്ങൾ ഒരു ലിസ്റ്റ് കൊണ്ടുപോകും, അത് നടത്തി തരാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണഭക്തിയാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല. സർവീസസ് ചെയ്യേണ്ട എന്നുള്ളതല്ല പറയുന്നത്, അമ്പലത്തിൽ പോകരുതെന്നും ആരും പറയുന്നില്ല. പക്ഷെ ചോദിക്കേണ്ടത് എന്താണോ, അവരാരാണോ എന്നുള്ളൊരു ധാരണ നമുക്ക് വേണം. അപ്പോൾ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, എന്നെ സംബന്ധിച്ച് അവരോടുള്ള റെസ്പെക്റ്റ് കൂടുകയേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ആക്ച്വലി ദേവതമാരോടുള്ള റെസ്പെക്റ്റ് കൂടിയിട്ടേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പൊസിഷൻസ് മനസ്സിലായിട്ടുണ്ട്. ആരാണ് കാര്യം, ആദ്യം നമുക്ക് ആരാണ് എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. എല്ലാം ഒരേപോലെ അതിൽ ആരാണ് സുപ്രീം, ബാക്കി എന്താണ്, അപ്പോൾ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ക്ലാരിറ്റി വന്നപ്പോൾ ഇപ്പോൾ ദേവതമാരോട് ബഹുമാനം കൂടിയിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും, അത് പ്രഭുപാദ് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്, നമ്മുടെ ആചാര്യന്മാർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരിക്കലും ദേവതമാരെ നമ്മൾ കാണരുത്. ആ ദേവതമാരല്ലേ അവർ, ഇപ്പോൾ ഇന്ദ്രനല്ലേ, ഇന്ദ്രൻ ഈ പറഞ്ഞ പോലെ ഗുരു നിന്ദ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഇന്ദ്രൻ്റെ വേറെ കാര്യങ്ങളൊക്കെയാണ് താല്പര്യം. ഇങ്ങനെ പല രീതിയിലും ഇന്ദ്രനെ കാണുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റാണ്. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരിക്കലും ആ ഒരു ചിന്ത പോലും നമ്മുടെ ഉള്ളിൽ കടന്നു വരാൻ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ദേവതമാർ റെസ്പെക്റ്റ് കൊടുക്കണം. എന്നാൽ ആരാധന എന്ന് പറയുമ്പോൾ അത് ഭഗവാനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് യജേത പുരുഷം പരം. ആഗ്രഹങ്ങളുണ്ടെങ്കിലും, അതുകൊണ്ട് പ്രഭുപാദ് പറയാറുണ്ട്, ആചാര്യന്മാർ പറയാറുണ്ട്, ഓക്കെ നിങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടോ, ഓക്കെ ഉണ്ടായിക്കോട്ടെ, ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചൂടെ, പരമദിവ്യോത്തമ പുരുഷനോട് പോയി ചോദിച്ചോളൂ, വേറെ പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ പോയില്ലെങ്കിൽ മറ്റാൾക്ക് വിഷമമാവുമെന്ന് വിചാരിക്കേണ്ട, അങ്ങനെ സംഭവമില്ല, അതെന്തായാലും ഇല്ല. ഓക്കെ,
അപ്പോൾ ഇതൊക്കെ വിശ്വാസമാണ്. നമ്മുടെ ആ ഭഗവാൻ കൃഷ്ണനിലുള്ള വിശ്വാസം കൂടിക്കഴിഞ്ഞാൽ, ആ ഒരു ഫെയ്ത്ത് ഉണ്ടെങ്കിൽ, ശ്രദ്ധ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ, മറ്റുള്ളതൊന്നും നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. ശ്രദ്ധ കുറവാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസം കുറവാണെങ്കിലാണ് തോന്നുന്നത് ശരിയാണ്, ഞാൻ ഇത്രയും കാലം ചെയ്യുന്നുണ്ടായിരുന്നു, ഇനി ചെയ്യാതെ വന്നതുകൊണ്ടാണോ എനിക്കിപ്പോൾ പ്രശ്നം വരുന്നത്. കാര്യം എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ചെറിയൊരു പ്രോബ്ലം എന്തെങ്കിലും ഇടയിൽ വന്നാൽ തോന്നും ഇനി ഞാൻ തിങ്കളാഴ്ച ആ വ്രതം എടുക്കാത്തത് കൊണ്ടാണോ, അതോ ഇനി ചൊവ്വാഴ്ച അവിടെ പോയിട്ട് ദേവീക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യാത്തത് കൊണ്ടാണോ എന്നുള്ള ചിന്ത വരും. ചിന്ത വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭഗവാൻ കൃഷ്ണനിൽ വിശ്വാസം എപ്പോഴും വന്നിട്ടില്ല. അദ്ദേഹമാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കീഴിലാണ് മറ്റുള്ളവരെല്ലാവരും ഉള്ളതെന്നും ഈ ഒരു ധാരണ, ഈ ഒരു വിശ്വാസം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തകൾ വരുന്നത്. അതുകൊണ്ട് ആ വിശ്വാസം കൂട്ടാൻ നോക്കണം. ആ വിശ്വാസം കൂടാനുള്ള മാർഗമാണ് ഭാഗവതം, ഭഗവത്ഗീത. കാര്യം ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിലെ വ്യാസദേവൻ പറഞ്ഞിട്ടുണ്ട്, പരമസത്യം എന്ന് ഉദ്ദേശിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണനാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, അവിടെ വിളിക്കുന്നത് കൃഷ്ണനെയാണ്. സത്യം പരം ധീമഹി, വ്യാസദേവനാണെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നതും ആ ഭഗവാനെയാണ്. അപ്പോൾ അതിൽ സംശയമില്ല. പിന്നെ പ്രഭുപാജി ഇവിടെ ഭാവത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്നിട്ടുള്ള ആ യജ്ഞം, ഏതാണ് യജ്ഞം? സങ്കീർത്തന യജ്ഞം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ യജ്ഞമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നു. ശ്രീല പ്രഭുപാദ് ഭാവർത്തിൽ പറയുന്നു. ഓക്കെ, ഒരു ശ്ലോകം കൂടെ നോക്കാം നമുക്ക്. ശ്ലോകം 5. താ ഏകദാ തു മുനയഃ പ്രാതുർഹുതാംഗ്നയ സത്കൃതം സൂതമാസീനം പ്രപൃച്ഛുർ ഇദം ആദരാത്. ശ്രീദേവി മാതാജി ഉണ്ടോ? ശ്രീദേവി വേണുഗോപാൽ. ഓക്കെ, ലേഖ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. തായേ കതത്തു മുനയ പ്രാദുർഭൂതഭൂതാഗ്നയഃ സത്കൃതം സൂതമാനിസ്യം പ്രവച്ചുരിത്തമാതരാത്. ഹരേ കൃഷ്ണ പ്രഭു. കലാദേവി മാതാജി ഉണ്ടോ? ഓക്കെ, യമുന പ്രദീപ് മാതാജി. പ്രഭുജി സോറി, പ്രഭുജി സുഖമില്ലാതെ കിടക്കുക. ഓക്കെ, നോ പ്രോബ്ലം, റെസ്റ്റ് ചെയ്തോളൂ, സാറില്ല, നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ അംബിക മാതാജി വായിക്കൂ വിവർത്തനം. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുവാദ് കി ജയ്. ഒരു ദിവസം യാഗാഗ്നി ജ്വലിപ്പിച്ച് പ്രഭാത കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ശ്രീല സുതഗോസ്വാമിക്ക് ബഹുമാന്യമായ ഇരിപ്പടം നൽകിക്കൊണ്ട് ശ്രേഷ്ഠമായ ഋഷിമാർ അത്യാദരവോടെ താഴെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ആരാഞ്ഞു. ഹരേ കൃഷ്ണ. പ്രവർത്തനം വേണം? വേണ്ട. ഹരേ കൃഷ്ണ. ഓക്കെ, ഇവിടെ പറയുന്നു അങ്ങനെ ഒരു ദിവസം ഏകത എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കാലത്തെ പ്രഭാത കർമ്മങ്ങളെല്ലാം, പ്രഭാത ഡ്യൂട്ടീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഗോസ്വാമിമാർ അല്ലെങ്കിൽ ശൗനകാദി ഋഷിമാർ അവരെല്ലാവരും നൈമിഷാരണ്യത്തിൽ ഉണ്ട് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ അവർ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ എന്ത് യജ്ഞമാണെന്നുള്ളത് നമ്മളിപ്പോൾ ഇനി കേൾക്കാൻ പോവാണ്. അവിടെ ആരെയാണ് സ്വീകരിക്കുന്നത്? ശ്രീലസൂത ഗോസ്വാമിയെ. സൂത ഗോസ്വാമിയെ അവിടെ സ്വീകരിക്കുന്നു. അവർ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഇരിപ്പിടം കൊടുക്കുന്നു, വ്യാസാസനം കൊടുക്കുന്നു സൂത ഗോസ്വാമിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. സൂത ഗോസ്വാമിക്ക് ഒരു വ്യാസാസനം കൊടുക്കുന്നു, സൂത ഗോസ്വാമി ക്ഷണിക്കുന്നു അവിടെ, എന്നിട്ട് അദ്ദേഹത്തെ അവിടെ വ്യാസാസനത്തിൽ ഇരുത്തുന്നു. അതിനുശേഷം ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ് ആര്? ശൗനക ഋഷികൾ. പക്ഷേ ഇവിടെ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം ശ്ലോകത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. സൂത ഗോസ്വാമിയെ അവിടെ ഇരുത്തുമ്പോൾ സത്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബഹുമാനത്തോട് കൂടിയിട്ടാണ് ശ്രീല സൂത ഗോസ്വാമിയെ സ്വീകരിക്കുന്നത്. വളരെ ബഹുമാനത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു സീറ്റ് കൊടുക്കുന്നത്. ആ റെസ്പെക്റ്റ്, അതായത് സൂത ഗോസ്വാമിയെ റെസ്പെക്റ്റ് ചെയ്യുന്നത് നമ്മളിവിടെ കാണുന്നു. ഇത് ഒരു
ലെസണാണ് നമുക്ക്, ഇതൊരു പാഠമാണ് നമുക്കുള്ളത്. വൈഷ്ണവർ, സീനിയറായിട്ടുള്ള വൈഷ്ണവർ, സീനിയർ എന്ന് പറയുന്നത് വയസ്സുകൊണ്ട് ഉള്ള സീനിയോറിറ്റി ഒന്ന്, 2 ആദ്യം അതായത് കുറേ വർഷങ്ങളായിട്ട് കൃഷ്ണാവബോധത്തിലുള്ളവർ ഒരു സീനിയോറിറ്റി, അതും ഒരു സീനിയോറിറ്റിയാണ്. 3 പ്രായം കൊണ്ട് സീനിയർ ആയിരിക്കില്ല, പക്ഷെ ഭക്തിയുടെ കാര്യത്തിൽ നല്ല സീനിയോറിറ്റി, അതായത് നല്ല സാധന ചെയ്യുന്നവർ, സീരിയസ്ലി ആത്മാർത്ഥതയോടുകൂടി ഭക്തി സേവനങ്ങൾ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ ചിലപ്പോൾ പ്രായം കൊണ്ട് കുറവായിരിക്കും. ഈവൻ പ്രായം കൊണ്ട് മാത്രമല്ല, ഭക്തിമാർഗത്തിലേക്ക് വന്നിട്ടുള്ള സമയവും കുറവായിരിക്കും. പക്ഷെ എന്നാലും അവരുടെ പ്രാക്ടീസസും അവരുടെ ഒരു പ്രോഗ്രസ്സിലും നല്ലൊരു, നമ്മൾ പെട്ടെന്ന് നമ്മുടെ കൺമുമ്പിൽ തന്നെ അവർ വളരുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർ സാധാരണയല്ല, അല്ലെങ്കിൽ എന്തോ സ്പെഷ്യലുണ്ട് അവർക്ക്, അവരുടെ കയ്യിൽ ആ ഒരു സുകൃതി അവരിലുണ്ട്. മാത്രമല്ല അവർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെയും നമ്മുടെ സീനിയറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തീർച്ചയായിട്ടും വരിഷ്ഠനായിട്ട് തന്നെ കാണണം. എല്ലാവരെയും ബഹുമാനിക്കണം. ആ ബഹുമാനം, സുപ്പീരിയേഴ്സിനുള്ള ബഹുമാനം തീർച്ചയായിട്ടും ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ജൂനിയേഴ്സ് എന്ന് നമ്മൾ വിചാരിക്കുന്നവരോടും ബഹുമാനം വേണം, എല്ലാവരോടും ബഹുമാനം വേണം. ബഹുമാനം എല്ലായിടത്തും വേണം. പക്ഷേ ആ ബഹുമാനം എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. ഇവിടെ സൂത ഗോസ്വാമിയുടെ പൊസിഷൻ തീർച്ചയായിട്ടും ശൗനക ഋഷികളെക്കാൾ മുകളിലാണ്. അതുകൊണ്ട് ശൗനക ഋഷി അവരുടെ ഗുരുസ്ഥാനത്ത്, ശിക്ഷാഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഗുരു വരുമ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള നല്ലൊരു ഇരിപ്പിടം കൊടുക്കുന്നു. വളരെ ബഹുമാനത്തോടു കൂടി, വളരെ വിനയത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിച്ച് ആ വ്യാസാസനത്തിൽ ഇരുത്തിക്കൊണ്ട് ഇനി അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. അത് ചോദ്യങ്ങൾ അടുത്ത ശ്ലോകത്തിലാണ് വരുന്നത്. പ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ആദ്യം തന്നെ പറയുന്നു, കാര്യം ശ്ലോകത്തിൽ പറഞ്ഞു, പ്രഭാത കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആണ്, ആ ഡ്യൂട്ടീസിൻ്റെ ശേഷമാണ് ഇവിടെ ഇതെല്ലാം നടക്കുന്നത്. സൂതഗോസ്വാമി വരുന്നതും അദ്ദേഹത്തെ വ്യാസാസനത്തിൽ ഇരുത്തുന്നതും. അപ്പോൾ പ്രഭാത ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഏറ്റവും നല്ല സമയം കാലത്തെ സമയമാണ്. നമ്മൾ പറയും ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നേക്കാൾ മുമ്പ് ഒരു ഏകദേശം 1.5 മണിക്കൂർ മുതൽ സൂര്യൻ ഉദിക്കുന്നവരെ ഉള്ള സമയം ആണ് ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന ആ സമയമാണ് ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യുവാൻ ഏറ്റവും നല്ല സമയം. എന്തിനു പറയണം? ആധ്യാത്മിക കാര്യങ്ങൾ, സ്പിരിച്വൽ കാര്യങ്ങൾക്ക് മാത്രമല്ല. ഈവൺ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, ചില കുട്ടികൾ പറയുന്നത് കേൾക്കാം, കാലത്ത് നേരത്തെ എഴുന്നേറ്റ് പഠിച്ചാൽ പെട്ടെന്ന് തലയിൽ കയറും എന്നുള്ളത്. അനുഭവമുള്ളവർക്കും ഉണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾ പക്ഷേ നേരെ തലതിരിഞ്ഞിട്ടാണ് രാത്രി മുഴുവനും ഉറക്കൊഴിച്ച് ഇരിക്കും, രാവിലെ കിടന്നുറങ്ങും. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റാണ് നടക്കുന്നത്. പക്ഷേ എനിവേ, കാലത്തെ സമയത്ത് തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് ഒരു വളരെ സ്പെഷ്യലാണ്. കാര്യം ഒരുപാട് സത്വഗുണമുള്ള സമയമാണ്. അപ്പോൾ ഒരു ദിവസത്തെ 3 ഗുണങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. സത്വഗുണം എന്ന് പറയുന്ന ആ ഗുണം നമുക്ക് കാണുന്നത് കാലത്തെ സമയത്താണ്. ബ്രഹ്മമുഹൂർത്തം മുതൽ ഏകദേശം 7 മണി 8 മണി വരെ ആ സത്വഗുണം ഉണ്ടാവും. 7 മണി വരെ മാക്സിമം കൂട്ടാം, 7-7:30 വരെ നമുക്ക് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. ആ സമയത്ത് നമ്മൾ ആധ്യാത്മിക കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ശക്തിയാണുള്ളത്. ശ്രീല ജഗന്നാഥദാസ് ബാബാജി മഹാരാജ്, നമ്മുടെ ഓൾട്ടറിലുള്ള നമ്മുടെ ഗുരു പരമ്പരയിൽ വരുന്ന അദ്ദേഹം പറയാറുണ്ട്, ഈവൻ ഗോർകിഷോർദാസ് ബാബാജിയും പറയാറുണ്ട്, നമ്മുടെ ജപമൊക്കെ 7 മണിക്ക് മുമ്പ് ചെയ്യണം എന്നുള്ളത്. 7 മണി എന്ന് പറയുന്ന കാര്യം സത്വഗുണം മാറി രജോ ഗുണം ആരംഭിക്കും. അതിനുശേഷം നമ്മൾ നോക്കിയാൽ മതി, സിമ്പിളാണ് മനസ്സിലാക്കാൻ. കാലത്തെ സമയത്ത് ആ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഡിസ്റ്റർബൻസസ് കുറവാണ്. ഫോൺ വരൽ കുറവ്, അല്ലെങ്കിൽ മറ്റുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത് കുറവ്, എല്ലാം കൊണ്ടും അങ്ങനെ ഒരു കാര്യം കൂടെയുണ്ട്. രണ്ടാമത് അതിനും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സമയം ഒരു ദിവസത്തെ 3 ഗുണങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ആ സത്വഗുണം ഉള്ളത് കാലത്തെ സമയത്താണ്. അത് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് ശക്തിയുണ്ട്, ഒരുപാട് നല്ലതാണ്. ആക്ച്വലി കൂടുതൽ നമുക്ക് ഈ പ്രൊഡക്റ്റീവ് ആവും, അല്ലെങ്കിൽ കൂടുതൽ എഫക്റ്റ് ഉണ്ടാവും കാലത്ത് ചെയ്യുമ്പോൾ. അപ്പോൾ 7 മണിക്ക് ശേഷം 7-7:30 8 മണിക്ക് ശേഷം രജോ ഗുണം തുടങ്ങും. രജോ ഗുണത്തിൻ്റെ ലക്ഷണങ്ങളാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നു, ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകുന്നു, ഓട്ടമാണ്. പിന്നെ ഓട്ടത്തിൻ്റെ സമയമാണ്, രജോ ഗുണമാണ് ആ സമയം.
പിന്നീട് അത് വൈകുന്നേരം വരെ രജോഗുണമാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ, സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ തമോ ഗുണം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ തമോ ഗുണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ആളുകൾ ഈ ലോകത്ത് ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ ചെയ്യുന്നത് എന്താണ്? സിനിമ കാണുന്നു, TV കാണുന്നു, പിന്നെ ചില ആളുകൾ മദ്യശാലയിൽ പോകുന്നു, സിനിമ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയമാണ് രാത്രി സമയം. കാര്യം തമോ ഗുണമാണ് രാത്രി സമയം. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ, ആധ്യാത്മിക കാര്യങ്ങൾ കാലത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ ജപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യമില്ല. സാധിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതാണ്. അത് പിന്നീട് ചില ആളുകൾക്ക് അസുഖം മൂലം ഒരുപക്ഷെ സാധിക്കുന്നുണ്ടാവില്ല. ചില ആളുകൾക്ക് ജോലി സംബന്ധമായിട്ട് ചിലപ്പോൾ നേരത്തെ പോകുന്നവരൊക്കെ ഉണ്ടാവും. പറ്റുന്നവർക്ക് കാലത്ത് എഴുന്നേറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല, വേറൊരു സമയമില്ല നമുക്ക്. അപ്പോൾ ഇവിടെ പ്രഭുപാദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് ആരതിയൊക്കെ കാലത്ത് നടക്കുന്നത്. അപ്പോൾ സംശയം വരാം, ആരതിയും ജപവും കൂടെ ഏതിനാണ്? രണ്ടും കൂടെ എങ്ങനെ ചിലപ്പോൾ സാധിച്ചു കൊള്ളുന്നില്ല. അപ്പോൾ അമ്പലത്തിലുള്ളവർ ഓഫ് കോഴ്സ് ആരതി അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ജപത്തിൻ്റെ സമയമുണ്ട്, ആ സമയത്ത് ജപം ചെയ്യും. വീട്ടിലുള്ളവർ ചിലവരുണ്ട് നേരത്തെ ആരതി ചെയ്യുന്നവരുണ്ടാവും, പൂജ ചെയ്യുന്നവരുണ്ടാവും. ചിലവർ പൂജ പിന്നീടായിരിക്കും ചെയ്യുക, കാലത്ത് ജപം തീർക്കും. അത് നമ്മുടെ ഉചിതം പോലെ ചെയ്യുക. എന്താണെങ്കിലും ഭക്തിയുത സേവനങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് പ്രഭാത സമയം. അതാണ് ആദ്യത്തെ പോയിന്റ് പ്രഭുപാദ് നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നു, ഇവിടെ വ്യാസാസനം കൊടുക്കുന്നു എന്ന് പറയുന്നു സൂത ഗോസ്വാമിക്ക്. വ്യാസാസനത്തിൻ്റെ പ്രത്യേകത പറയുന്നു. വ്യാസാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാസദേവൻ ഇരിക്കുന്ന സ്ഥലമാണ് വ്യാസാസനം, അല്ലെ? വ്യാസദേവൻ്റെ ആസനം അല്ലെങ്കിൽ ഇരിപ്പിടം എന്ന് പറയുന്നത്. വ്യാസാസനം എന്ന് നമ്മൾ നമ്മുടെ ഭക്തരിരുന്ന് ക്ലാസ് എടുക്കുന്ന, ഇപ്പോൾ അമ്പലങ്ങളിൽ പ്രഭാഷണം അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ, ഭാഗവതം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന ആ ഒരു ഇരിപ്പിടത്തെ വ്യാസാസനം എന്ന് പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യാസദേവനെ പ്രതിനിധീകരിക്കുകയാണ് ആ വ്യക്തി. ആ ഭക്തൻ വ്യാസദേവനെ പ്രതിനിധീകരിക്കുന്നു, റെപ്രസെൻ്റ് ചെയ്യുന്നു. വ്യാസദേവനാണ് വേദങ്ങൾ എഴുതിയിട്ടുള്ളത്, അല്ല ഭാഗവതം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ബാക്കിയുള്ളവർ വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തെ വ്യാസാസനം എന്ന് വിളിക്കുന്നത്. ഇവിടെ സൂത ഗോസ്വാമിയാണ് വ്യാസാസനത്തിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ശൗനക ഋഷികൾ കൊണ്ടിരുത്തുന്നത് ആക്ച്വലി. ആരാണ് സൂത ഗോസ്വാമി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഭാഗവതം ശുകദേവ് ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നു വ്യാസദേവൻ സുഖദേവ് ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശുകദേവ് ഗോസ്വാമി പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. അത് നമുക്കറിയാം. ആ പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ സഭയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് ഋഷിവര്യന്മാരുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വശിഷ്ഠ മുനി ഉണ്ടായിരുന്നു, പിന്നെ വിശ്വാമിത്ര മുനിയുണ്ട്, വ്യാസദേവനുണ്ട്, നാരദ മുനിയുണ്ട്, ഒരുപാട് പേരുണ്ട്. ഒരുപാട് പല യുഗങ്ങളിലുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. കൂട്ടത്തിൽ സൂത ഗോസ്വാമിയുണ്ട്. ഈ സൂത ഗോസ്വാമി സുഖദേവ് ഗോസ്വാമിയുടെ തിരുമുഖത്തിൽ നിന്ന് നേരിട്ട് കേട്ടതാണ് ഭാഗവതം. ആ സൂത ഗോസ്വാമിയാണ് ഇവിടെ ശൗനകാദി ഋഷികളുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ശൗനക ഋഷികൾക്കറിയാം. അതുകൊണ്ടാണ് സൂത ഗോസ്വാമി വളരെ ബഹുമാനത്തോടുകൂടി അവർ സ്വീകരിക്കുന്നതും ഭാഗവതം കേൾക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്, അവരുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങളിലാണെന്ന് വരുന്നത് ആക്ച്വലി. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, അതാണ് ആ ഒരു പരമ്പര എന്ന് പറയുന്നത്. വ്യാസദേവനിൽ നിന്ന് ശുകദേവ് ഗോസ്വാമി പരീക്ഷിത്ത് മഹാരാജന് പറഞ്ഞു കൊടുക്കുന്നു. അത് കൂടെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് സൂത ഗോസ്വാമി. പിന്നീട് സൂത ഗോസ്വാമി താഴോട്ട് ശൗനക ഋഷികൾക്കും പറഞ്ഞു കൊടുക്കുന്നു. അതൊരു കാര്യം. രണ്ടാമത്തെ പോയിന്റ്, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പ്രഭുപാദ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഗോസ്വാമി എന്ന് വിളിക്കുന്നത്? ശുകദേവ് ഗോസ്വാമി ആവട്ടെ, സൂത ഗോസ്വാമി ആവട്ടെ, എന്താണ് ഈ ഗോസ്വാമി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളാണ്. സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയന്ത്രിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ മാസ്റ്റർ എന്ന് പറയാം വേണമെങ്കിൽ. ഗോസ്വാമി എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായിട്ടും അവരുടെ നിയന്ത്രണത്തിലുള്ളവരാണ് ഗോസ്വാമിമാർ. വാചോ വേഗം, മനസാ ക്രോധവേഗം, ജിഹ്വാവേഗം, ഉത്തര ഉപസ്ഥവേഗം, ഏതാൻ വേഗാനിയ വിഷഹേതീര ശ്ലോകം വരുന്നുണ്ട് ഉപദേശാമൃതത്തിൽ, അല്ലേ? അവിടെ പറയുന്നുണ്ട് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്ന കാര്യം.
അവിടെ റൂപ ഗോസ്വാമി പറയുന്നു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ആണ് ആദ്യത്തെ പോയിന്റ്, ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഒരു ഗുരു ആവണമെങ്കിൽ, ആചാര്യനാവണമെങ്കിൽ ഈ ക്വാളിറ്റീസ് എല്ലാം വേണം. ഏത് ക്വാളിറ്റി? ആദ്യത്തെ ക്വാളിറ്റിയാണ് ഇന്ദ്രിയങ്ങളെ കംപ്ലീറ്റ്ലി ഫുള്ളി ഇന്ദ്രിയ നിയന്ത്രണം ഉള്ള വ്യക്തിയായിരിക്കണം. ഇപ്പോൾ ഗോസ്വാമി എന്ന് പറയുമ്പോൾ ആചാര്യന്മാരുടെ ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഇന്ദ്രിയങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിട്ടുള്ളവരായിരിക്കണം. ഈ ഗോസ്വാമിയുടെ ഓപ്പോസിറ്റ് ഉണ്ട് ഗോദാസർ. ഗോദാസർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളെപ്പോലുള്ള ആളുകൾ, അതായത് ഇന്ദ്രിയങ്ങളുടെ അടിമ. ഇന്ദ്രിയങ്ങൾ എന്ത് പറയുന്നു അത് നമ്മൾ ചെയ്യുന്നു. മധുരം കഴിക്കാൻ പാടില്ല, അസുഖമുണ്ട്, മധുരം കഴിക്കണമെന്ന് ഇന്ദ്രിയം പറയുന്നു, അപ്പോൾ മധുരം കഴിക്കാൻ വേണ്ടി കഴിക്കുന്നു നമ്മൾ. അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും ഇന്ദ്രിയങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വലിക്കുന്നു, നമ്മൾ അതിൻ്റെ പുറകിൽ പോകുന്നു. അപ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ ദാസന്മാരാണ്. അതുകൊണ്ടാണ് ഗോദാസൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗോസ്വാമി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തി. ഗോദാസൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ സേവകരായിട്ടുള്ളത്. അതായത് ഇന്ദ്രിയം എന്ത് പറയുന്നു ഞാൻ ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളാണ് ഗോദാസന്മാർ. അപ്പോൾ ഗോദാസന്മാരായിട്ട് നമ്മളിരിക്കാൻ പാടില്ല. പതുക്കെ അതിൽ നിന്ന് പുറത്തു വന്ന് ഗോസ്വാമിമാരായിട്ട് മാറണം. അതിൻ്റെ അർത്ഥം നാളെ ഗോസ്വാമി ആവും എന്നുള്ളതല്ല. എന്നാലും ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഭക്തിയുത സേവനങ്ങളിലൂടെ ഗോദാസൻ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നിന്ന് പതുക്കെ ഇമ്പ്രൂവായി വരണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശത്തിൽ ഒരു കാര്യം കൂടിയാണ്. അവിടെയും ഭഗവാൻ പറയുന്നുണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യം. ആദ്യം ഇന്ദ്രിയങ്ങളെ നമ്മളൊന്ന് പിടിച്ചു കെട്ടാൻ നോക്കണം എന്നുള്ളത്. കാര്യം മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന പിന്നീട് സാധിക്കുകയുള്ളൂ. മനസ്സ് സൂക്ഷ്മമായതുകൊണ്ട് എളുപ്പമല്ല. എന്നാൽ ആദ്യം നമ്മളൊരു കൺട്രോൾ കൊണ്ടുവരേണ്ടത് ഇന്ദ്രിയങ്ങളെയാണ് എന്നുള്ളത്. അതായത് ചില സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് സ്വീറ്റ് തന്നെ വീണ്ടും പറയുന്നു, എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കാര്യമാണ്. അത് മുമ്പിലുണ്ട്, അത് വേണമെങ്കിൽ ഈ കൈയെടുത്ത് ആ സ്വീറ്റ് എടുക്കുന്നു, കഴിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്, അല്ലേ? അല്ലാതെ സ്വീറ്റ് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ വായിൽ കയറിയിരിക്കുന്നില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ഒരു ഗുലാബ് ജാമുൻ ഇരിക്കുന്നു, ഗുലാബ് ജാമുൻ തന്നെ പറന്ന് വന്ന് നമ്മുടെ വായിലേക്ക് വരുന്നില്ല. നമ്മൾ കൈയെടുത്ത് ആദ്യം മനസ്സിൽ തോന്നുന്നു, കഴിക്കാൻ തോന്നുന്നു. മനസ്സിൽ തോന്നുമ്പോൾ മനസ്സ് കൈയിന് ഡയറക്ഷൻ കൊടുക്കുന്നു, അത് വേണമെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ കൈ അനങ്ങുന്നു, പോകുന്നു, അതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് എടുക്കുന്നു. എടുത്തു കഴിഞ്ഞാൽ പിന്നെ വായിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നാവിൻ്റെ സെൻസ് നമ്മളെ വിളിക്കുന്നു. നാവ് പറയുന്നു കൈയിനോട് വായിലേക്ക് ഇടാൻ പറയുന്നു. ഇതാണ് സംഭവിക്കുന്നത്. മനസ്സിന്ന് ഡയറക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള ഇന്ദ്രിയങ്ങൾക്ക്, അല്ലേ? അപ്പോൾ ആ സംഭവം അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. മനസ്സ് ഡയറക്ഷൻ കൊടുക്കും. മനസ്സ് പറയുന്നു, കൈകളോട് പറയുന്നു എടുക്കൂ, നാവിനോട് പറയുന്നു രുചിക്കൂ. പക്ഷേ നമ്മളതിനെ നിയന്ത്രിക്കുകയാണെങ്കിലോ, ഓക്കെ ഞാൻ തൊടില്ല, ഞാൻ തീരുമാനം എടുക്കുകയാണ്, എനിക്ക് വേണ്ട, ഇന്ന് ഞാൻ കഴിക്കില്ല, അല്ലെങ്കിൽ കാർത്തിക മാസത്തിൽ ഞാൻ സ്വീറ്റ് കഴിക്കില്ല. സ്വീറ്റ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും, കൂടുതൽ വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളൊരു പ്രതിജ്ഞ എടുക്കുന്നു, ഈ മാസം ഞാൻ കഴിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സ് പറയുന്നുണ്ടാവും കഴിക്കാൻ. പക്ഷെ നമ്മൾ എങ്ങനെയോ നമ്മുടെ മറ്റുള്ള ഇന്ദ്രിയങ്ങളെ നമ്മൾ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്, അല്ലേ? ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അത് ആദ്യത്തെ പടിയാണ്. അത് ചെയ്യാതെ നമ്മൾ മനസ്സ് പറയുന്നത് നമ്മുടെ പ്രതിജ്ഞ എടുക്കുന്നുണ്ടാവും. കാർത്തിക മാസത്തിൽ ഞാൻ സ്വീറ്റ് കഴിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തു, കാർത്തിക തുടങ്ങുന്നേക്കാൾ മുമ്പ്. കാർത്തിക മാസത്തിലാണെങ്കിൽ കൂടുതൽ സത്സംഗങ്ങളുണ്ടാവും, കൂടുതൽ പ്രസാദം കഴിക്കാനുള്ള അവസരം ഉണ്ടാവും, കൂടുതൽ സ്വീറ്റ്സ് കാണും. ഇവിടെയൊക്കെ അങ്ങനെയാണ്. ഇവിടെ എല്ലാ ദിവസവും പ്രോഗ്രാംസാണ്. പ്രോഗ്രാംസ് ഇല്ലാത്ത ദിവസങ്ങളില്ല. ഓൾമോസ്റ്റ് കാർത്തിക മാസം ഫുൾ പ്രോഗ്രാംസ് ആയിരിക്കും. പല ചെറിയ പ്രോഗ്രാംസ് ആയിരിക്കും. പക്ഷേ എന്നാലും പ്രസാദത്തിന് ഒരു കുറവില്ല. കഴിഞ്ഞ 2 വർഷം മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം കുറവായിരുന്നു, അതിന് മുമ്പുള്ള വർഷം ഓൾമോസ്റ്റ് നമ്മുടെ വീട്ടിലൊന്നും ആകെ ഒരു മാക്സിമം ഒരു മാസത്തിൽ 4-5 ദിവസമായി പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ദിവസവും പ്രോഗ്രാമായിരുന്നു. ഇത്തവണ പിന്നെ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ കുറച്ചു, ഈ വർഷം തീരെ കുറച്ചു. വേറെ ഒന്നുമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, എല്ലാം സത്സംഗമാണ്. പക്ഷേ എന്നാലും പറയുന്നത്
അപ്പോൾ അങ്ങനെ പോകുമ്പോഴൊക്കെ ഒരുപാട് പ്രസാദം കഴിക്കാനുള്ള അവസരമുണ്ട് നമുക്ക്. അപ്പോൾ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈകളെ നിയന്ത്രിക്കുന്നത് നാവിനെ നിയന്ത്രിക്കൽ മനസ്സിനെ നിയന്ത്രിക്കാൻ എളുപ്പമല്ല. മനസ്സിൽ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ എന്താ പറയുക, നമ്മൾ തീരുമാനിക്കുകയാണ്, യെസ് ഞാനിന്ന് കഴിക്കില്ല എന്ന് തീരുമാനം എടുക്കുകയാണെങ്കിൽ കൈ അവിടെ പോവാതെ നമ്മൾ നോക്കും അല്ലേ. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇന്ദ്രിയ നിയന്ത്രണത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അതിനുശേഷം മനസ്സിനെ കൺട്രോൾ ചെയ്യൽ പിന്നത്തെ കാര്യമാണ്. അത് നമുക്ക് പെട്ടെന്ന് സാധിക്കില്ല. അതിനുവേണ്ടി നമ്മൾ നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം, ഭഗവാനോട് ഭക്തി സേവനങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്താണ് മനസ്സിലുള്ള ആഗ്രഹം പോകുന്നത്. അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇത് ഗോസ്വാമി എന്ന് പറയുമ്പോൾ മനസ്സും നിയന്ത്രണത്തിലാണ്, പുറമെയുള്ള ഇന്ദ്രിയങ്ങളും നിയന്ത്രണത്തിലാണ്, എല്ലാം നിയന്ത്രണത്തിലായിരിക്കും. ഗോദാസന്മാരെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഈ ഇന്ദ്രിയങ്ങളുടെ ദാസന്മാരായിട്ടുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർ ഇന്ദ്രിയങ്ങൾ എന്ത് പറയുന്നു അത് ചെയ്യും. ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ കാര്യങ്ങളാണ്. കണ്ണുകൾക്ക് ചില കാഴ്ചകൾ കാണാനാണ് ഇഷ്ടം. അതേപോലെ നാവിന് ചില സംഭവങ്ങൾ രുചിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അത് അനുസരിച്ച് നമുക്ക് ഓരോ ഇൻഡിക്കേഷൻ തന്നുകൊണ്ടിരിക്കും. അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ. അതിൻ്റെ പുറകിൽ പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഗോദാസന്മാരാണ്. അതാണ് പറയുന്നത്. ഓക്കെ. പിന്നീട് പ്രഭുപാദ് പറയുന്നു, ഭാവാർത്ഥത്തിൽ കഴിഞ്ഞു, നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. പറയുന്നു ഭാഗവതം കേൾക്കേണ്ട കാര്യം പറയുന്നു. അതായത് ഇവിടെ ഇനി ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണെന്ന് പറഞ്ഞു. സൂത ഗോസ്വാമിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നു ശൗനക ഋഷികൾ. അപ്പോൾ പ്രഭുപാദ് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭാഗവതം കേൾക്കുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ വരണം. അതായത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യണം. ആരോട് ക്ലാരിഫൈ ചെയ്യണം? ആരാണോ ഭാഗവതം പറയുന്നത് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദിച്ച് ആ ചോദ്യങ്ങൾക്കുള്ള ക്ലാരിറ്റി അല്ലെങ്കിൽ നമ്മുടെ സംശയങ്ങൾ മാറ്റിയെടുക്കണം എന്നുള്ളത് പറയുന്നു. പക്ഷേ എങ്ങനെ ചോദിക്കണം എന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. വളരെ ബഹുമാനത്തോടു കൂടി, റെസ്പെക്റ്റോടു കൂടി, അതായത് ആ സബ്ജക്റ്റിനോടുള്ള റെസ്പെക്റ്റും പറയുന്ന ആളോടുള്ള റെസ്പെക്റ്റും രണ്ടും വേണം. ഒന്ന്, ഇപ്പോൾ ഭാഗവതം ക്ലാസ് കഴിഞ്ഞു, നമുക്ക് ഉള്ളിലൊരു ചോദ്യം വന്നു എന്ന് വയ്ക്കുക. ആ ചോദ്യമുണ്ട്, ചോദിക്കണം. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ചോദിക്കുന്ന ആ വ്യക്തി, വ്യാസാസനത്തിലിരിക്കുന്ന വ്യക്തിയോടുള്ള ബഹുമാനം വേണം. ചിലപ്പോൾ അവർ നമ്മുടെ ജൂനിയർ ആയിരിക്കും, ചിലപ്പോൾ വളരെ ജൂനിയർ ആയിരിക്കും, ചിലപ്പോൾ സീനിയർ ആയിട്ടുള്ള ആളായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മൾ 20 കൊല്ലം മുമ്പ് വന്നിട്ടുണ്ടാവും, അവർ 3 കൊല്ലം മുമ്പ് വന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷേ വ്യാസാസനത്തിലിരിക്കുന്നുണ്ടെങ്കിൽ ആ റെസ്പെക്റ്റ് നമ്മൾ കൊടുത്തേ പറ്റൂ. ക്വസ്റ്റ്യൻ ചോദിക്കാം റെസ്പെക്റ്റോടു കൂടി, ഏത് സിറ്റുവേഷൻ. പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് അവിടെ ഇരിക്കുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് അത് പറയേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭാഗവതം ആ വ്യാസാസനത്തിലിരിക്കുന്ന വ്യക്തിയോട് വളരെ ബഹുമാനത്തോട് കൂടിയിട്ടായിരിക്കണം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അപ്പോൾ വ്യക്തിയോടുള്ള ബഹുമാനം കൂട്ടത്തിൽ ആ വിഷയത്തോടുള്ള ബഹുമാനവും വേണം. ഭാഗവതത്തെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ചോദ്യം. ചില ആളുകൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചലഞ്ച് ചെയ്തുകൊണ്ട് പറയും, എന്തുകൊണ്ട് ഭാഗവതത്തിൽ അങ്ങനെ പറയുന്നു, എന്തുകൊണ്ട് ശാസ്ത്രത്തിൽ ഇങ്ങനെ പറയുന്നു. ഭാഗവതത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് പറയും. അത് നല്ലൊരു പ്രവണതയല്ല. അത് റെസ്പെക്റ്റ് നമ്മൾ ആ ശാസ്ത്രത്തോട് നമ്മൾ റെസ്പെക്റ്റ് കാണിക്കുന്നില്ല. അപ്പോൾ എന്താണോ ഭാഗവതത്തിൽ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കാര്യം, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം അത് തെറ്റാണെന്നുള്ളതല്ല. നമുക്ക് മനസ്സിലാവാത്തത് തെറ്റാണെന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ പറയാനുള്ള പ്രവണതയ്ക്ക് ഒരുപക്ഷെ ഉണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, ഇവിടെ പ്രഭാത് ഇങ്ങനെ പറയുന്നു, അവിടെ പ്രഭാത് ഇങ്ങനെ പറയുന്നു, ഇതെന്താ, രണ്ടും കോൺട്രഡിക്ഷൻ അല്ലേ? കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള കാര്യം അവിടെ പറയുന്നില്ല ആരും. നമുക്കതിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് റെസ്പെക്റ്റ്, വിഷയത്തോടും റെസ്പെക്റ്റ് വേണം, അതേപോലെ തന്നെ ആ വ്യക്തിയോടും റെസ്പെക്റ്റ് വേണം. പ്രഭുപാദ് നമ്മളെ പഠിപ്പിക്കും. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ലെസൺസ് ആണ് നമുക്ക്. അപ്പോൾ ശ്ലോകം വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം, പക്ഷേ ഇതേപോലുള്ള ലെസൺസ് നമ്മൾ പഠിക്കണം. കാര്യം നമ്മൾ ഡേ ടു ഡേ നമ്മൾ ഭാഗവതം കേൾക്കുന്നു, പല ഭക്തരുമായിട്ട് നമ്മൾ ഇടപഴകുന്നു, കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രാക്ടിക്കലി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് എങ്ങനെയാണ് ശൗനക ഋഷികൾ ചെയ്തിട്ടുള്ളത്? ശൗനക ഋഷികൾ വളരെ ബഹുമാനത്തോടെ സൂത ഗോസ്വാമി സ്വീകരിക്കുന്നു, അദ്ദേഹത്തെ വ്യാസാസനത്തിലിരിക്കുന്നു, വളരെ ബഹുമാനത്തോടു കൂടി ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇനി എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്നുള്ളത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജായ്, ജഗദ്ഗുരു ശീല പ്രഭുപാദ് കി ജായ്, സമവേദ ഗൗര ഭക്തവൃന്ദ की जय, गौड़ीय गुरुवृंद की जय, निताय गौर प्रेमानंदे, जय जय श्री राधे श्याम, श्री वृंदावन धाम की जय हो. हरे कृष्णा.
പുറം ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. അത് കഴിഞ്ഞിട്ട് സംശയങ്ങൾ ചോദിക്കാം. ഹരേ കൃഷ്ണ ഹരേ ഹരേ ഹരേ. ഓരോ ആൾക്കാരായിട്ട് സംശയം ചോദിച്ചോട്ടെ. കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. Yes. ഹരേ കൃഷ്ണ, സംശയം ചോദിച്ചോട്ടെ പ്രഭുജി? പറയൂ. പ്രഭുജി, ഇപ്പൊ ഈ ശൗനകാദി മഹർഷികൾ എന്ന് പറയുന്നില്ലേ, അത് വന്നിട്ട് ശൗനക മഹർഷിയും കൂടെയുള്ള മറ്റു മഹർഷിമാരും കൂടെ ചേർന്നിട്ടാണെന്നാ ഉദ്ദേശിക്കുന്നത്? 100%. അതെ, ആയിരക്കണക്കിന് മഹർഷിമാരുണ്ട് അവിടെ. അതിലെ അവരുടെ ഹെഡാണ് ശൗനക ഋഷി. ശൗനക ആദി എന്ന് പറയുമ്പോൾ ശൗനക ഋഷിയും ആദി എന്ന് പറഞ്ഞ മറ്റുള്ള ഋഷിമാരും. ശരി പ്രഭുജി, ആ ഒരു സംശയം ചോദിക്കാനായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഈ കലിയുഗത്തിൽ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഈ ഋഷിമാരവിടെ ഒരുമിച്ച് കൂടുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സന്യാസിമാരവിടെ ഒരുമിച്ച് കൂടുന്നുണ്ടോ? അറിയോ? ഹരേ കൃഷ്ണ. എവിടെ കൂടുന്നുണ്ടോന്ന് ചോദിക്കുന്നേ? ഈ പറയുന്ന നൈമിഷാരണ്യം എന്ന് പറയുന്ന പ്രദേശത്ത് ഇപ്പോഴും നമ്മുടെ ഭക്തജനങ്ങൾ അവിടെ യാത്ര പോകുന്നുണ്ട് എന്നൊക്കെ അറിയുന്നു. അപ്പൊ അങ്ങനെ സന്യാസി ശ്രേഷ്ഠന്മാരവിടെ വസിക്കുന്നുണ്ടോ? വൃന്ദാവനത്തില് ഇപ്പോഴും എത്രയോ വരിഷ്ഠരായിട്ടുള്ള ഭക്തരുണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ അയോധ്യയിൽ പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട് വരിഷ്ഠരായിട്ടുള്ള ഭക്തർ. ഒരുപാട് സന്യാസിമാരും ഒരുപാട് സാധുക്കളുണ്ട്. നമ്മൾ പുറമേ കാണുന്നില്ല എന്ന് മാത്രം. നമ്മൾ പുറമേ കാണുന്നുണ്ടാവില്ല അവരെ, കുറേ പേരെ കാണുന്നുണ്ടാവില്ല. ചിലവർ ഫേമസ് ആയിരിക്കില്ല, സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവില്ല, പക്ഷെ അവർ വരിഷ്ഠരായിട്ടുള്ള ഭക്തരുണ്ടാവും. ഒരുപാടുണ്ട് ഇപ്പോഴും. ധാമിൽ ഭക്തരുടെ ഒരു ശുദ്ധ ഭക്തർക്ക് ഒരിക്കലും ഒരു കുറവുണ്ടാവില്ല. അതാണ് ധാമിൻ്റെ പ്രത്യേകത. എല്ലാ ധാമിലും ഉണ്ടാവും. പക്ഷേ ചില ആളുകൾ ഫേമസ് ആയിരിക്കും, ചില ആളുകൾ ഫേമസ് ആയിരിക്കില്ല. അതിൻ്റെ അർത്ഥം ഫേമസ് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതല്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് ധാമിൽ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാണാനുള്ള അല്ലെങ്കിൽ ആ ഒരു കാണുമ്പോൾ പെട്ടെന്ന് ഒരു വരിഷ്ഠനായിട്ടുള്ള ഭക്തനാണോ എന്ന് നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ധാമിൽ പോകുമ്പോൾ എപ്പോഴും എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ എല്ലാവരോടും ഒരു ബഹുമാനവും ആദരവും നമ്മൾ കാണിക്കണം. കാര്യം അപരാധമായി പോകും അല്ലെങ്കിൽ. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വൈഷ്ണവര് സാധാരണ വരിഷ്ഠരായിട്ടുള്ള വൈഷ്ണവര് പുറമേ കാണിക്കില്ല. അതെല്ലാം പ്രഭു അവിടെ ഈ ചക്രത്തിന്റെ ഷേപ്പില് കുളമാ ഉള്ളത്, വലിയ കുളം ചക്രത്തിന്റെ ഷേപ്പില്. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ചക്രത്തിന്റെ ഷേപ്പിൽ കുളമുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ അമ്പലങ്ങളും ഉണ്ട് ആ ചുറ്റും. അറിയാം, ഞാനും പോയിട്ടുണ്ട്. നല്ല സ്ഥലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഹരേ കൃഷ്ണ. പറയൂ. സൂതഗോസ്വാമി ഡീറ്റെയിൽസ് അച്ഛനമ്മയിലെ പേരൻസിനെ പറ്റി ഒന്ന് പറയാമോ? അടുത്ത ശ്ലോകത്തിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞ പോലെ പറയും. സൂതഗോസ്വാമിയുടെ അച്ഛനെ കുറിച്ച് എന്തായാലും പറയും നമ്മൾ. സൂതഗോസ്വാമിയുടെ അച്ഛൻ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. പ്രഭുജി ഹരേ കൃഷ്ണ. എന്റെ നമ്പർ പ്രഭുജി ഇങ്ങനെ ആഡ് ചെയ്യണം നമുക്ക് ഇതിനകത്ത് സൂമിലെ കയറാൻ വേണ്ടിട്ടേ. ആദികർത്ത പ്രഭുവിന് ഒന്ന് കൊടുക്കാവോ മെസ്സേജ് ഇട്ടാ? ജയപതാക സ്റ്റോറിന്ന് പ്രഭുവാണ് ഇപ്പൊ ലിങ്ക് ഇട്ട് തന്നിരിക്കുന്നത്. ഓക്കെ മനസ്സിലായി. അപ്പൊ ഞാൻ അതിലാ കയറിയിരിക്കുന്നത്. ഞങ്ങളെല്ലാം ഇപ്പൊ വൃന്ദാവനത്തിൽ പോയിട്ട് വന്നതാണ്. ഹരേ കൃഷ്ണ. നോ പ്രോബ്ലം. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ജിജി പ്രഭു ഗോപബന്ധു പ്രഭുവായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്പർ ഇട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഈ നമ്പർ അല്ലെങ്കിൽ ആ മെസ്സേജിനകത്തുള്ള നമ്പർ ഉണ്ട്, അത് ആദികർത്ത പ്രഭുവിന്റെ നമ്പറാണ്. അതിൽ നേരിട്ട് മെസ്സേജ് അയച്ചോളൂ. ഓക്കെ. ഇപ്പൊ ഗ്രൂപ്പില് സെന്റർ ട്രിവാൻഡ്രത്ത് എവിടെയാണ്? ഞാൻ ട്രിവാൻഡ്രത്താണ്. പ്രഭു അല്ല പ്രഭു പറഞ്ഞു തരും. ഓ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സിറ്റി സെന്റർ ഉണ്ട്, പിന്നെ കൊല്ലത്തും ഉണ്ട്, അതുപോലെ പള്ളിച്ചൽ ഇസ്കോണിലുണ്ട്. ഹരേ കൃഷ്ണ. കേട്ടില്ല പ്രഭു. നമ്പറിൽ വിളിച്ചാട്ടെ മതി.
പിന്നെ നമുക്ക് ഇപ്പൊ ഹരേ കൃഷ്ണ സമയം ഹരേ പരിധിയുണ്ട്. ആ നമ്പറിൽ വിളിച്ചോളൂ. അതിൽ അനന്തപത്മനാഭ ഗ്രൂപ്പിന്റെ അവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, ആ നമ്പറിൽ വിളിച്ചാൽ മതി. പ്രഭു ഡീറ്റെയിൽസ് പറയും. ട്രിവാൻഡ്രത്ത് സെന്റേഴ്സിന്റെ കാര്യം, ടെമ്പിളിന്റെ കാര്യം, കൊല്ലത്തെ സെന്ററിന്റെ കാര്യം എല്ലാം പറഞ്ഞു തരും. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം ഇതുപോലെ തന്നെ ഉണ്ടാവും. എല്ലാ ഭക്തജനങ്ങളെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. മാക്സിമം ഡിവോട്ടീസിന് ലിങ്ക് കൊടുക്കാം. ഇന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വഞ്ചകൽപ്പ തരൂപേക്ഷ കൃപാ സിന്ധുബീർ പതിദാനാം കോടി വൈഷ്ണവൃത്തിക്ക് ഹരിനാമ സംഗീത ഹരേ കൃഷ്ണ. ശിവഭഗവാൻ की जय. धन्यवाद, प्रणाम. हरे कृष्ण. थैंक यू. हरे कृष्णा, हरे कृष्णा, हरे कृष्णा. थैंक यू. हरे कृष्ण. हरे कृष्ण प्रभु.